ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സുംബയ്ക്ക് എന്താണ് പ്രശ്നം? വിദ്യാർത്ഥികൾക്ക് മാനസികോല്ലാസം ഉണ്ടാവുന്നതിൽ ആർക്കാണ് ചുരുക്ക്? അല്പവസ്ത്രത്തിലുള്ള അഴിഞ്ഞാട്ടമെന്ന് പറയുന്നവരാണ് മുൻപ് സ്റ്റേജിലേക്ക് കയറിയ ഒരു കൊച്ചു പെൺകുട്ടിയെ അപമാനിച്ച് തിരിച്ചിറക്കിയത്. ഇവരാണ് നേരത്തെ തട്ടമിടാത്ത പെണ്ണുങ്ങളെ അഴിഞ്ഞാട്ടക്കാരികളെന്ന് വിധിച്ചത്. ധാർമ്മികതയും അധാർമികതയും വിധിക്കുന്നവർക്ക് തൽക്കാലം വഴങ്ങില്ല എന്നാണ് സർക്കാരിന്റെ തീരുമാനം. ആടിനെ പട്ടിയാക്കുന്നത് അംഗീകരിക്കില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മതത്തിന്റെ ആജ്ഞ വേണ്ട എന്ന് MA ബേബിയും കടുപ്പിക്കുന്നു. സുംബ അടിച്ചേൽപ്പിക്കേണ്ട എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് ഇതിൽ ആരോട് ചർച്ച നടത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തവർ, പെൺകുട്ടികൾ പഠിക്കേണ്ട എന്ന് ശഠിച്ചവർ, ടെലിവിഷൻ കാണരുത് എന്ന് പറഞ്ഞവർ, അവരോടാണോ ചർച്ച വേണ്ടത്? ടെലിവിഷനെ എതിർത്തവർ ഇപ്പോൾ ടെലിവിഷനിലൂടെ തന്നെ അവരുടെ പിന്നാക്ക ചിന്തകൾ പ്രചരിപ്പിക്കുകയാണ്. ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൽ ഹാൽ ഇളകിയവർ പുതിയ വിഷയവുമായി എത്തിയിരിക്കുന്നു. സുംബയിൽ മതത്തിനെന്ത് കാര്യം എന്നതാണ് ചോദ്യം. ചർച്ചയിൽ CPM പ്രതിനിധി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, VP സുഹ്ര നിസ അധ്യക്ഷ, സാമൂഹ്യ നിരീക്ഷകൻ ഡോക്ടർ MN കാരശ്ശേരി, വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുള്ള ബാസിൽ C എന്നിവരാണ്. ആദ്യം ഞാൻ അബ്ദുള്ള ബാസിലേക്ക് പോവുകയാണ്. അബ്ദുള്ള, ഇപ്പോൾ ഈ സുംബ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത് അല്പവസ്ത്രത്തിലാണ് എന്ന് പറഞ്ഞതിനെ ഖണ്ഡിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ പറഞ്ഞു യൂണിഫോമിലാണ് ആ എക്സസൈസ് നടത്തുകയെന്ന്. ഇനിയും നിങ്ങൾക്ക് എതിർപ്പുണ്ടോ? ഓക്കെ, ഇവിടെ സ്മൃതി പറഞ്ഞ ഒരു കാര്യം, സൂംബ സ്കൂളിൽ നടപ്പിലാക്കുന്നത് അല്പവസ്ത്രത്തിലാണ് എന്ന് ആ പോസ്റ്റിലില്ല. അത് അല്പവസ്ത്രത്തിൽ അത്തരത്തിൽ ഡാൻസ് കളിക്കുന്ന ഒരു സംസ്കാരത്തിലേക്ക് നയിക്കും എന്നാണ് ആ പോസ്റ്റിലുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മുടെ വിയോജിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് വസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രമല്ല. അത് ആ പോസ്റ്റ് വായിച്ചാൽ മനസ്സിലാകും, അതിൽ ഒരു എലമെൻറ്റ് മാത്രമാണ് വസ്ത്രം എന്നുള്ളത്. അതിൽ നമ്മൾ വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, പൊതുവിദ്യാലയം പൊതു ആവണം. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത്. പൊതുവിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഠിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമായിരിക്കണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കണം അതിലൂടെ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഉയർത്തപ്പെട്ടുള്ള ഒരു വിഷയം ലഹരി, കൗമാരക്കാരിലുള്ള ലഹരി എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. അതെല്ലാവരും, നമ്മളെല്ലാവരും, ഏത് പാർട്ടിയാവട്ടെ ഏത് മതമാവട്ടെ എല്ലാവരും ഒരുപോലെ എതിർക്കുന്ന ഒരു കാര്യമാണ് ലഹരി എന്ന് പറയുന്നത്. ആ ലഹരിക്കെതിരായിട്ട് നമുക്ക് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരുപാട് പരിഹാര മാർഗങ്ങൾ ഉണ്ടായിരിക്കെ കുറച്ച് ആളുകൾക്ക് കൺസേൺ ഉള്ള പരിഹാര മാർഗങ്ങളിലേക്ക് എന്തിനു പോകണം? ഇതാണ് ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അവിടെ സാംസ്കാരികമായി അല്ലെങ്കിൽ അവരുടെ മതപരമായ കാര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതിനോട് എതിർപ്പ് വരിക എന്നുള്ളത് വളരെ സ്വാഭാവികമായി ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ, ഒരു ജനാധിപത്യ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിനോട് ജനാധിപത്യപരമായി തന്നെ വിയോജിപ്പുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഇവിടെ സൂംബ എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. ആ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം, അത് ജനാധിപത്യപരമായ ചർച്ചകളിലൂടെയാണോ കൊണ്ടുവന്നിട്ടുള്ളത്? നേരത്തെ നിങ്ങൾ തന്നെ പറഞ്ഞു പല വിഷയങ്ങളും, ജെൻഡർ ന്യൂട്രാലിറ്റി അടക്കമുള്ള കാര്യങ്ങൾ അവിടെ അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അധ്യാപകരോട്, വിദ്യാർത്ഥികളോട്, അതുപോലെ തന്നെ അധ്യാപക സംഘടനകളോട്, വിദ്യാർത്ഥി സംഘടനകളോട്, രക്ഷിതാക്കളോടൊക്കെ അവർക്ക് അതിൽ താല്പര്യമുണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് ജനാധിപത്യ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടത്. താങ്കൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ആരോട് ചർച്ച നടത്തണമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിലവിൽ സ്കൂളുകളോ അധ്യാപകരോ രക്ഷിതാക്കളോ ആരും തന്നെ സുംബയ്ക്കെതിരായി രംഗത്ത് വന്നായി കണ്ടില്ല. പക്ഷേ മതസംഘടനകളുമായി ബന്ധപ്പെട്ട ചിലരും താങ്കളുടേതടക്കമുള്ള സംഘടനയിലെ ചിലരുമാണ് പ്രതികരണവുമായി രംഗത്ത് വന്നത്. അപ്പോൾ ഈ വിഷയത്തിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ പുതുതായി എന്തെങ്കിലും കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മതസംഘടനകളുമായി ചർച്ച നടത്തണമെന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇത്രയും കാലമായി ചർച്ചകൾ നടന്നൊരു രൂപമുണ്ടല്ലോ. ഇത് പുതുതായിട്ടൊരു ഇപ്പം വന്നൊരു സംഭവം എന്നല്ലോ ഈ ജനാധിപത്യവും ജനാധിപത്യ സംവിധാനങ്ങൾ എന്നുള്ളതും. ഇത്രയും കാലം എല്ലാ സർക്കാരുകളും എന്തെങ്കിലും ഒരു പരിഷ്കാരം നടപ്പിലാക്കുമ്പോൾ അധ്യാപക സംഘടനകളോട് ചർച്ച ചെയ്യാറുണ്ട്. ഏതെങ്കിലും അധ്യാപക സംഘടനയോട് ഇത് ചർച്ച ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനകളോട് ചർച്ച ചെയ്തിട്ടുണ്ടോ? അതുപോലെ തന്നെ ജനകീയ ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഇല്ല, ഒന്നും നടന്നിട്ടില്ല. നിങ്ങളാണോ നിശ്ചയിക്കുന്നത് എന്താണ് നല്ലത്, എന്താണ് ചീത്ത എന്ന്? നിങ്ങളാണോ നിശ്ചയിക്കുക? നിങ്ങൾ അതാണ് പറഞ്ഞത്, മതം ആജ്ഞാപിക്കരുത്, മതത്തിന് അഭിപ്രായം പറയാം, ആജ്ഞാപിക്കരുത് എന്നാണ് ഇന്ന് MA ബേബി പറഞ്ഞത്. അത് ഒരു ശരിയായ സമീപനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായമല്ലേ 2 ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നത്? കഴിഞ്ഞ 3 ദിവസങ്ങളായിക്കൊണ്ട്
ഞാനത് പൂർത്തിയാക്കട്ടെ. അതായത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി സൈബർ അറ്റാക്കും അതുപോലെ തന്നെ മീഡിയ വിചാരണകളും നേരിടുന്നതായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം പറയാനുള്ള ഒരു സമയം തരും സ്മൃതി മാഡം എന്നുള്ളതാണ് ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നത്. അപ്പോൾ അതൊന്ന് പറഞ്ഞു പൂർത്തിയാക്കാനുള്ള ഒരു സമയം തരികയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞൊരു കാര്യം ആജ്ഞാപിക്കുക എന്നുള്ളതല്ല, ഇത് ഒരു പൊതു സമ്പ്രദായമായതുകൊണ്ട് അല്ലെങ്കിൽ പൊതു വിദ്യാലയങ്ങളായതുകൊണ്ട് തന്നെ അതിൽ ഞങ്ങളടക്കം അതിന്റെ ഭാഗമാണ്. ഇവിടെ മതം എന്ന് പറയുക അല്ലെങ്കിൽ മതവിശ്വാസികൾ എന്ന് പറയുന്നത് ഈ പൊതുവിന്റെ പുറത്തുള്ള ഒരു കാര്യമൊന്നല്ല, പൊതുവിൽ തന്നെ അടങ്ങുന്ന ആളുകൾ തന്നെയാണ് ഈ മതവിശ്വാസം. നിങ്ങൾക്ക് സുംബയിൽ എന്താണ് എതിർപ്പ് പറയൂ. നിങ്ങൾക്ക് സുംബയിൽ എന്താണ് എതിർപ്പ് പറയൂ. യെസ് പറയാം. അവിടെയാണ് ആ രൂപത്തിൽ ചോദിക്കണം. അതായത് എന്തുകൊണ്ടാണ് എതിർപ്പ്? അവിടെയാണ് സൂംബ എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു വ്യായാമമല്ല, വ്യായാമം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾ ഇന്നലെ മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കായിക അധ്യാപകരെ നിയമിക്കുന്നിടത്ത് വലിയ അപാകതകളുണ്ട്, അത് പരിഹരിക്കണം. എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ കൂടെ അത് കൊണ്ടുവരരുത്. ദയവ് ചെയ്ത് സുംബയിലുള്ള എതിർപ്പാണ് എനിക്ക് അറിയേണ്ടത്. എന്താണ് സുംബയിൽ പ്രശ്നം? ഞാൻ പറയാൻ പറ്റുള്ളൂ. മാഡത്തിന് അല്ലല്ല, അധ്യാപകരുടെ ഒഴിവ് നികത്തുക എന്നുള്ള വേറൊരു വിഷയമാണെന്നേ. പൂർത്തിയാക്കട്ടെ. കായിക സർക്കാരിന്റെ അനാസ്ഥയാണത്. അത് ഞങ്ങൾ സർക്കാരിന്റെ പല അനാസ്ഥകളുണ്ട്. നമുക്ക് വേറൊരു തലത്തിൽ ചർച്ച ചെയ്യാം. ഡോക്ടർ അബ്ദുള്ള ബാസിൽ, നിങ്ങൾ എന്തുകൊണ്ട് സുംബയെ എതിർക്കുന്നു അത് പറയും. ആ അനാസ്ഥകളെ പറയാം. അവിടെയാണ് അത്തരത്തിലുള്ള കായിക അധ്യാപനങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അധ്വാനങ്ങളെയെല്ലാം ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് എൻഡോസ് ചെയ്യണം അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് നല്ല രൂപത്തിൽ നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. എന്നാൽ സൂംബ എന്ന് പറയുന്നത് കേവലമായിട്ടുള്ള ഒരു കായിക പരിശീലനമല്ല, മറിച്ച് അതിൻ്റെതായ കൾച്ചറൽ എലമെന്റുകളുണ്ട്. അവിടെയാണ് ലാറ്റിൻ അമേരിക്കൻ പോപ്പ് കൾച്ചറിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളതാണ് സൂംബ എന്ന് പറയുന്നത്. അതിൻ്റെതായ ഡ്രസ്സിംഗ് സ്റ്റൈൽ ഉണ്ട്, അതിൻ്റെതായ മ്യൂസിക് ഉണ്ട്, അതിൻ്റെതായ എല്ലാ തരത്തിലുള്ള ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ. സ്കൂളുകളിൽ യൂണിഫോം ധരിച്ചായിരിക്കും ഈ എക്സസൈസ് നടത്തുക എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ എന്ത് വാദം കൊണ്ടാണ് വരുന്നത്? അതൊരു വിഷയം മാത്രമാണ്. അല്ല, അതിനാദ്യം മറുപടി പറഞ്ഞിട്ട് അടുത്ത വിഷയത്തിൽ കിടക്കാന്നേ. നിങ്ങൾ ആദ്യം പറഞ്ഞു അല്പവസ്ത്രമെന്ന്. അല്പവസ്ത്രമല്ല, തെളിഞ്ഞല്ലോ. നമ്പർ 1 അല്പവസ്ത്രമല്ല, തെളിഞ്ഞല്ലോ. അടുത്ത പോയിന്റ് തെളിഞ്ഞല്ലോ. അതിൽ നിങ്ങളുടെ വാദം പൊളിഞ്ഞോ ഇല്ലയോ? മാത്രമല്ല വിഷയം. അതിൽ പൊളിഞ്ഞോ ഇല്ലയോ? ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതെന്താ? ഇല്ല, സ്കൂളുകളിൽ യൂണിഫോം ഇട്ടിട്ടാണ് ഈ എക്സസൈസ് ചെയ്യുക. കരിക്കുലത്തിലടക്കം പറയാം. അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അതിലേക്ക് നയിക്കും എന്നാണ് പറഞ്ഞത്. സ്കൂളുകളിലേക്ക്, അതായത് പാഠപുസ്തകത്തിലടക്കം ഈ അല്പവസ്ത്രം ഉള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻഡോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. അതായത് ഞങ്ങൾ ഉയർത്തുന്ന കൺസേണിന്റെ ഒരു ഭാഗമാണ് വസ്ത്രം എന്നുള്ളത്. അത് ഞങ്ങൾ വെറുതെ പറയുന്നതില്ല. പാഠപുസ്തകത്തിൽ സൂംബ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിത്രം നിങ്ങൾ നോക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പാഠപുസ്തകത്തിൽ സൂംബയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സൂംബ ഡാൻസിന്റെ ഒരു ചിത്രം കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ആ ഡ്രസ് ഇട്ടിട്ടാണ് സ്കൂളിൽ സൂംബ ചെയ്യുക എങ്ങനെ നിങ്ങൾ തീരുമാനിക്കുക? അല്ല, അവിടെയാണ് ഇത് 8ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള ടെക്സ്റ്റ് ബുക്കാണിത്. ആ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ഡ്രസ്സിംഗ് കാണുമ്പോൾ അതിനെതിരായ ഒരു കൺസേൺ ഉയർത്തുമ്പോൾ ആ ഡ്രസ്സ് അടക്കം അതിന്റെ ഭാഗമായി വരും. എന്ന് വെച്ചാൽ ഡ്രസ്സ് മാത്രമല്ല വിഷയം, ഈ ഡ്രസ്സ് പ്രശ്നമാണ്. മാത്രമല്ല, വാട്സാപ്പുകളിലൂടെ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പറയാം, ഔദ്യോഗികമായി വാട്സപ്പിലൂടെ പിന്നെ പല സ്കൂൾ മുഖാന്തരം കൊടുത്തിട്ടുള്ള വീഡിയോകളിലെല്ലാം ഈ ഡ്രസ്സിങ്ങിന്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് കൺസേൺ ഉയർത്തുമ്പോൾ അത് കൂട്ടത്തിൽ ഉയർത്തുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്ന് വെച്ച് വസ്ത്രം മാത്രമാണ് പ്രശ്നം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. സൂംബ എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിന് അതിന്റെ അതാണ് ഞാൻ പറഞ്ഞു വരുന്നതിന്റെ ഇടയിൽ ഇടപെട്ടാൽ എങ്ങനെയാണ് പൂർത്തിയാക്കാൻ സാധിക്കുക? ഏതൊരു വിഷയത്തെയും അടുത്ത പോയിന്റ് പറയൂ. അല്ല, താങ്കൾ ഇടപെടുന്നത് കൊണ്ടാണ് തീർച്ചയായും ആ ഒരു കാര്യം മനസ്സിലാക്കുന്നു. ഓക്കെ. എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തിനും അതിൻ്റെതായ ഒരു കൾച്ചറൽ എലമെന്റ് ഉണ്ടാവും. ഈ സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്ക് ആളുകളെ എത്തിക്കുക എന്ന് വെച്ചാൽ ഒരു നിരന്തരം ഡോപ്പമിൻ റഷ് കൊടുക്കുക, ആ രൂപത്തിൽ പ്രശ്നങ്ങളെ പരിഹരിക്കുക, ആ നിലക്കുള്ള ഒരു ജീവിത വീക്ഷണം എൻഡോസ് ചെയ്യുക എന്നുള്ളതാണ് സൂംബ ഉള്ള സമൂഹങ്ങളിലും. ഇപ്പം ലാറ്റിൻ അമേരിക്കൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യൂറോപ്യൻ കൾച്ചറിലൊക്കെ ഒരു ലിബറൽ കൾച്ചറുകളിലൊക്കെ അത്തരത്തിലാണ് ആളുകളെ വളർത്തുന്നത്. എന്നാൽ അങ്ങനെ വളർത്താം, അങ്ങനെ താല്പര്യമുള്ള ആളുകൾ സൂംബ കളിക്കാം. അതിവിടെ ഒരുപാട് സൂംബ സെന്റേഴ്സ് ഇത്രയും കാലം ഉണ്ടല്ലോ, ഞങ്ങൾ ആരും അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലല്ലോ. ഇത് പൊതുവിദ്യാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം. അവിടെ ഇങ്ങനെ ഈ തരത്തിൽ പ്രശ്ന പരിഹാരം നടത്തുന്ന ആളുകൾ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ആവാം. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു ലഹരി എന്നൊരു പ്രശ്നത്തിന് കുറച്ചേരം ഡാൻസ് കളിച്ചിട്ട് പരിഹാരമാവാം, അല്ലെങ്കിൽ DJ പാർട്ടി നടത്തിയിട്ട് പരിഹാരമാവാം എന്ന് വിചാരിക്കുന്ന പറഞ്ഞു പോകരുത് ഡോക്ടർ അബ്ദുള്ള ബാസിൽ.
നിങ്ങൾ ലഹരിക്കെതിരെ നിങ്ങളുടെ പരിപാടികൾ എന്തായിരുന്നു? ലഹരിക്കെതിരെ എന്തൊക്കെ പരിപാടികൾ നിങ്ങൾ നടത്തിയിട്ടുണ്ട്? സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നിങ്ങൾ എന്തെങ്കിലും പരിപാടി നടത്തിയോ? ലഹരിയിലേക്ക് പോകാതെ അല്ലല്ല, പോസിറ്റീവ് എനർജി ഉണ്ടാക്കുക. കുട്ടികൾ അവിടെ നൃത്തം ചെയ്താൽ എന്ത് നഷ്ടപ്പെടുമെന്നാണ്. ആണും പെണ്ണും കൂടി ഒരുമിച്ച് ഡാൻസ് ചെയ്താൽ എന്തൊക്കെയോ സംഭവിക്കുമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സ്ത്രീയെ കണ്ടാൽ, നിങ്ങളുടെ ഭാര്യയോ നിങ്ങളുടെ കാമുകിയോ അല്ലാത്തൊരു സ്ത്രീയെ കണ്ടാൽ ഉടനെ മറ്റൊരു വികാരമാണോ ഉണ്ടാവുക? അങ്ങനെയാണോ? അല്ല, അവിടെയാണ് പറഞ്ഞത്. ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒന്ന് കാണുമ്പോഴേക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളതല്ല. ഇവിടെയുള്ള ജെൻഡർ സെഗ്രിഗേഷൻ എന്നുള്ളത് എല്ലായിടത്തും ജെൻഡർ സെഗ്രിഗേഷൻ ഉണ്ട്. അത് മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ അതിന് കൃത്യമായ അതിർവരമ്പുണ്ട്. ഇവിടെയുള്ള മതമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അതിർവരമ്പ് ഉണ്ടാവില്ല. നിങ്ങൾ ഈ സംസ്കാരം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ സംസ്കാരത്തിൽ ഇവിടെ ബുർഖയൊന്നുമില്ല. ബുർഖയൊക്കെ വന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? ഏത് സംസ്കാരത്തിൽ നിന്ന് വന്നതാണ്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇവിടെ അനുശാസിക്കാം. സ്ത്രീകളെ എങ്ങനെയൊക്കെ കെട്ടിയിടാമെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം പറ്റില്ല, നിങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ പറ്റില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഇതാ സൂംബയും പറ്റില്ല, അല്ലേ? നിങ്ങൾ അനുശാസിക്കുന്നത് പോലെ ആകണം പൊതു. എന്നാൽ നിങ്ങളുടെ നിലപാടാകണം പൊതു. പൂർത്തിയാക്കട്ടെ. അല്ല, അങ്ങനെയല്ല. ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തിയതായിരിക്കണം പൊതു എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ സൂംബ കളിക്കുന്ന പെൺകുട്ടികൾക്ക്, മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരു പ്രശ്നമില്ല. അവർ അവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് പഠിക്കുന്നു, കളിക്കുന്നു, ഒരുമിച്ച് നീങ്ങുന്നു, ഒരു കുഴപ്പവുമില്ലെന്നേ, നന്നായി പോകുന്നുണ്ട്. നിങ്ങളൊക്കെ വേറെ കണ്ണുകൾ കൊണ്ട് ഇതിനെ കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. ഞാൻ സുഹറയിലേക്ക് പോകുന്നു. കാരണം തട്ടമിടാത്ത സ്ത്രീകൾ ഇവിടെ അഴിഞ്ഞാട്ടക്കാരികളാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, നിങ്ങളിൽപ്പെട്ട ഒരാൾ പറഞ്ഞതുകൊണ്ട് തട്ടം ഉപേക്ഷിച്ച സ്ത്രീയാണവർ. ശ്രീമതി വി പി സൂറ, ഇപ്പോൾ അടുത്തതാണ് തുടങ്ങിയിരിക്കുന്നത് സുംബ കളിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാകും. എന്തൊരു കഷ്ടമാണിത്. നമ്മളെ ഗതികേടെന്നല്ലാതെ വേറെ എന്താ പറയേണ്ടത്? കാരണം ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഡാൻസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ സ്ത്രീ പുരുഷ ബന്ധങ്ങൾ എന്ന് പറഞ്ഞത് വെറും ലൈംഗിക ബന്ധങ്ങൾ മാത്രമാണോ? ഒരു സൗഹൃദം വേണ്ടേ? ഒരു സാഹോദര്യം വേണ്ടേ? ഇത് എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ ഇവർ പറയുന്നത്. നമുക്കറിയാം, വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത്. യുവത്വം അത്രയും ബുദ്ധിമുട്ടായ മാനസിക സംഘർഷങ്ങൾ, ഒരു വശത്ത് പിന്നെ ഈ ലഹരിയുടെ ഉപയോഗം കൊണ്ടുള്ള മറ്റു പ്രശ്നങ്ങൾ, കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടി സംഘർഷഭരിതമായ മാനസിക അവസ്ഥയിലാണ് ചെറുപ്പങ്ങൾ. ആ ബാല്യത്തെ നമ്മൾ ഏതെങ്കിലും തരത്തിൽ എന്ത് സാഹസം ചെയ്തും അവരെ നമുക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും പരിഷ്കരണത്തിനുമൊക്കെ തന്നെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഈ ചെറുപ്പങ്ങളുടെ മാനസിക വളർച്ചയും അത്യാവശ്യമാണ്. ഞാൻ മനസ്സിലാക്കിയത് ഈ സൂംബ ഡാൻസ് എന്ന് പറയുന്നത്, ഇന്നലെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി ഒരു ചാനലിൽ പറഞ്ഞു കേട്ടത്, ഇത് മാനസികാരോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടിയാണ് എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മളെ ചെറുപ്പങ്ങൾ ഈ സങ്കീർണ അവസ്ഥയിൽ, പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ പെൺകുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ സമൂഹത്തെ, ചെറുപ്പങ്ങളെ ഒരു കൂട്ടമായി നിന്ന് അവർ പലതിലേക്കും ചേരുകയും സന്തോഷിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇവരെന്തിനാണ് അസഹിഷ്ണുത കാണിക്കുന്നത്? ഇത് മതം എന്നല്ല പറയുന്നത്, മത അന്ധത എന്നാണ് പറയേണ്ടത്. മതാന്ധത അല്ലെങ്കിൽ മതവിശ്വാസത്തിൻ്റെ പേരിലല്ല ഇത് നടക്കുന്നത്. കാരണം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ വെറും ലൈംഗിക ബന്ധമാണോ? ഒരു സൗഹൃദം വേണ്ടേ? എന്താണ് ഈ സദാചാരം എന്ന് പറയുന്നുണ്ടല്ലോ, എന്താണ് സദാചാരം? ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് നിൽക്കുന്നതിനാ സദാചാരക്കേട് വരുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്, ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതൊന്നും ഇവരറിയുന്നില്ലേ? ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തന്നെ പല രാഷ്ട്രങ്ങളിലും ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കഅബ നിൽക്കുന്ന സൗദിയിൽ പോലും ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നു കഴിഞ്ഞു. ഇവിടുത്തെ മനുഷ്യർക്ക് എന്താണ് ഈ കേരളം? ഇത് ഒരു മതരാഷ്ട്രമാണോ ഇന്ത്യ? ഇത് സാധാരണ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, ഒരു മതേതര രാഷ്ട്രമാണ്. ഇവിടെ ഇവരൊക്കെ ഈ മതം പറയുന്ന രീതിയിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് അനുസരിക്കുക? ഈ പെൺകുട്ടികളെയൊക്കെ മാനസികമായി തളർത്താണ് ഇവർ ചെയ്യുന്നത്. പെൺകുട്ടികളെ മാത്രമല്ല, ചെറുപ്പക്കാരെ മാനസികമായി തളർത്തുക തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ പിന്നെന്താ? നിങ്ങൾ അത് ചെയ്യരുത്, നിങ്ങൾ ഇത് ചെയ്യരുത്, നിങ്ങൾ സ്റ്റേജിൽ കയറരുത്, നിങ്ങൾ ഓടരുത്, ചാടരുത്. ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത്? അതാ ഞാൻ നേരത്തെ ഒരു ഫോട്ടോ കണ്ടു. നമ്മുടെ തങ്ങളും
പിന്നെ മുസ്ലിം ലീഗിലെ കുറേ വനിതകളും ആളുകളെല്ലാം കൂടി ഒരുമിച്ച് നിൽക്കുന്നത്. അപ്പോഴൊന്നും അവിടെ ഒന്നും ഐറ്റമില്ലേ? ഇത് എന്തിനാണ് ഈ ഐറ്റം നിങ്ങൾ വെക്കുന്നത്? കുട്ടികളെല്ലാം ഒരുമിച്ച് ഇടകലർന്ന് ജീവിച്ചാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ജെൻഡർ ന്യൂട്രൽ വന്നപ്പോൾ നിങ്ങളത് ഗവൺമെൻറ്റിനെ കൊണ്ടത് മാറ്റി നിർത്തി. ഗവൺമെൻറ് ഇത്തരം വിഷയങ്ങളിൽ ഒരിക്കലും ഇവർക്ക് കീഴടങ്ങരുത്. അതാണ് എനിക്കും പറയാനുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഒരു നിലപാടുണ്ടായിരിക്കണം ഇത്തരം വിഷയങ്ങളിൽ. നമുക്ക് നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലും പറയുന്നതനുസരിച്ചിട്ട് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ സാധാരണക്കാരായ ഒരുപാട് കുട്ടികളെ പഠിക്കാൻ വരുന്നതാണ്. അത് പണക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും അതുപോലെ തന്നെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് മാത്രമല്ല, അത് സാധാരണക്കാരെയും പാവപ്പെട്ട എല്ലാ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് പൊതുവിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം അമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കയറി വരുന്നത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്. അവിടെ വെച്ചാവണം അവരുടെ മാനസിക വളർച്ച ഉണ്ടാവേണ്ടത്. അപ്പോഴൊക്കെ നിങ്ങൾ എന്തിനാണ് പിന്നോട്ടേക്ക് വലിക്കുന്നത്? യുവത്വങ്ങൾ നിങ്ങൾ എന്തിനാണ് പിന്നോട്ടേക്ക് വലിക്കുന്നത്? കാലഘട്ടം മാറിയില്ലേ? ഏത് ചരിത്രത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്? അപരിഷ്കൃതമായ കുറേ കാര്യങ്ങൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. ഡ്രസ് കോഡ് പറയുന്നുണ്ട്. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? എന്നാൽ നഴ്സറി മുതലേ എല്ലാ കുട്ടികളെയും പറത്ത് പിടിപ്പിച്ചു, എന്നാൽ സ്പർശനം ഉണ്ടാവില്ലല്ലോ. എന്താണ് ഈ പറയുന്നതിനൊരർത്ഥം വേണ്ടേ? കുട്ടികളെ മാനസികമായി തളർത്താന്നല്ലാതെ വേറൊരു പ്രശ്നവും ഇതിൽ വരുന്നില്ല. അവർ ആഹ്ലാദിക്കട്ടെ, അവർ സന്തോഷിക്കട്ടെ, അവർ പോയി ആത്മഹത്യ ഇപ്പോൾ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ആത്മഹത്യകളാണ് നടക്കുന്നത് കുട്ടികൾ. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാവരും ഒഴുകി ചേർന്ന് ആഹ്ലാദിക്കുന്നതിന് നിങ്ങൾ എന്തിനാ ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അതാ മനസ്സിലാവാത്തത്. ഏത് മതമാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ഇസ്ലാം മതത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത്. ശരീരത്തിനെതിരാണെങ്കിൽ അംഗീകരിക്കില്ല. അപ്പോൾ ശരീരത്തിൽ സുംബയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാകണമല്ലോ. എന്താണ് ശരീഅത്ത്? എന്നാൽ പിന്നെ ഇവിടെ ശരീഅത്ത് നടപ്പിലാക്കട്ടെ ഇവര്. അതാ നല്ലത്. ശരീഅത്ത് നടപ്പിലാക്കട്ടെ, മതരാഷ്ട്രമാകട്ടെ. അതാ ഞാൻ പറഞ്ഞത് താലിബാനിസമൊക്കെ ഇവിടെ കൊണ്ടുവരാം. അല്ലാതെ പിന്നെ എന്ത് പറയാനാ? എന്താണ് ശരീഅത്തിനെതിരെ? ഞാൻ പറയുന്നത് പണ്ട് കാലങ്ങളിൽ തന്നെ അറേബ്യൻ രാജ്യങ്ങളിൽ നൃത്തങ്ങളും പാട്ടുകളും ഒക്കെ ഉള്ളതല്ല ഞാൻ പറഞ്ഞത്. വൃത്തികേടെന്നാണ് പറഞ്ഞത്. എന്ത് വൃത്തികേടാ? ആർക്കും വാദമില്ലാത്ത കുറെ കാര്യങ്ങൾ അസഹിഷ്ണുത കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്ത് വാദമില്ലാത്ത, ആർക്കും വാദമില്ലാത്ത ഇത് ശരീരത്തിൽ പറയുന്നത്. ഞങ്ങളെ അസഹിഷ്ണുത കാണിക്കുന്നില്ല, നിങ്ങളാണ് അസഹിഷ്ണുത കാണിക്കുന്നത്. കുട്ടികൾ ആഹ്ലാദിക്കട്ടെ, കുട്ടികൾ ഒരു അഭിപ്രായം പറയുമ്പോഴേക്ക് താലിബാനിലേക്ക് അയക്കുക, വേറെ കുറെ ആൾക്കാർ രാജ്യദ്രോഹിയാക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അതിനോട് ഒരു കാര്യത്തിനോട് ജനാധിപത്യപരമായ യോജിപ്പുണ്ടെങ്കിൽ അതിന് താലിബാനിലേക്ക് അയക്കുക. ഇവിടെ നിങ്ങളുടെ ഫത്വ വേണ്ട എന്ന് ഇവിടെ BJP നേതാക്കളെ കൊണ്ട് പറയുന്ന സാഹചര്യം നിങ്ങളല്ലേ ഉണ്ടാക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം അനുസരിച്ച് ജീവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ ജീവിക്കൂ, നിങ്ങൾ ജീവിച്ചോളൂ. സ്കൂളുകളുടെ കരിക്കുലം ഒന്നും അങ്ങനെ നിശ്ചയിക്കാൻ പറ്റില്ലെന്നേ. ഞങ്ങൾക്കും ഒരു മതത്തിനും നിശ്ചയിക്കാൻ പറ്റില്ല. നിങ്ങൾ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് നിലപാടെടുത്തത്? ആൺ പെൺ വ്യത്യാസം, ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് അത് പിന്നീട് അതിന്റെ അഭിപ്രായം പറഞ്ഞ് യൂണിഫോം കാര്യത്തിൽ പുരുഷൻ തീരുമാനമെടുക്കുന്നു എന്ന രൂപത്തിലേക്ക് നിങ്ങൾ അതിനെ മാറ്റി. തീർച്ചയായും അതാണ് നടക്കുന്നത്. അതായത് ഈ പുരോഗമനത്തിന്റെ പേരിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ രൂപത്തിൽ തന്നെയാണ് നടക്കുന്നത്. അവിടെയാണ് ഇവിടെ പറഞ്ഞ ഒരു മിനിറ്റ് ഒരു ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ പ്രക്രിയയിലൂടെ ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴേക്ക് അതിൽ ഒരാൾ വിയോജിപ്പ് പറയുമ്പോഴേക്ക് താലിബാനിലേക്ക് അയക്കുക. എന്താണ്? ഒരാൾക്ക് ഒരു വിയോജിപ്പ് പറയാനുള്ള അഭിപ്രായം, ഒരു സ്വാതന്ത്ര്യം ഇല്ലേ? ഇവിടെയുള്ള മതവിശ്വാസികൾ എന്ന് പറയുന്നത് ബഹുഭൂരിപക്ഷം അവസ്ഥ എന്ന രൂപത്തിലെടുത്താൽ മതി. സ്ത്രീകളെ അഴിഞ്ഞാട്ടക്കാരികൾ എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന പ്രത്യേക സാഹചര്യത്തിൽ ആ രീതിയിലുള്ള സമീപനം ഇത് കൃത്യമായ അസഹിഷ്ണുതയാണ്. നിങ്ങൾക്കല്ലേ അസഹിഷ്ണുത? സംസ്ഥാന സർക്കാർ ഒരു വളരെ പോസിറ്റീവായ ഒരു കാര്യം സ്കൂളുകളിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആർക്കാണ് ഇതിൽ അസഹിഷ്ണുത? ആ പോസിറ്റീവായെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരുപാട് ഇനങ്ങളുണ്ട്, ഒരുപാട് കായിക പരിശീലന രൂപങ്ങളുണ്ട്.
ഇതിപ്പം കേന്ദ്ര സർക്കാർ പലതും കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പലതും എതിർക്കറിയില്ല. അപ്പൊ എല്ലാ കാര്യത്തിലും എതിർപ്പ് എന്ന് പറയോ? ഇല്ലല്ലോ. അതായത് ഇത് ജനാധിപത്യപരമല്ലാതെ കൊണ്ടുവന്നാൽ ഞങ്ങൾ എതിർക്കും, അത് ഞങ്ങൾ ഇനിയും എതിർക്കും. ഞാൻ പറയട്ടെ, എന്റെ സമയം നിങ്ങൾ എടുക്കരുത്. അല്ല, ഞാൻ പറയട്ടെ, ഇപ്പം ജാനകി എന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് വേറെ ആളുകൾ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. അതും ഒരു അസഹിഷ്ണുത തന്നെയാണ്. ആ അസഹിഷ്ണുത നേരെ മറിച്ച് ആ റോളിൽ ഒരു ഫാത്തിമയാണ് വന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ പറയൂലേ നബിയുടെ മകളാണെന്ന്? പറയുമോ? പറയാൻ പറ്റൂല. അപ്പൊ ഞാൻ പറയുന്നത് എല്ലാ അസഹിഷ്ണുത കാണിക്കുന്നുണ്ട്. അസഹിഷ്ണുത കാണിക്കണേ, അസഹിഷ്ണുത കാണിക്കേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം കുട്ടികൾ സന്തോഷിച്ച് വളരട്ടെ, അതല്ലേ നമ്മുടെ സമൂഹത്തിന് നല്ലത്. നിങ്ങളിങ്ങനെ പിന്നോട്ട് കൊണ്ടുപോകുന്നത് എന്തിനാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ശരി, നമ്മളെ ഈ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ കുറച്ച് കാലം കഴിയുമ്പോൾ പുതിയ തലമുറ നിങ്ങളോടൊക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ഈ സ്കൂൾ എന്ത് കാരണങ്ങളാണ് ചോദിക്കുന്നത്? നിങ്ങൾ ഏത് കാലത്താണ് യൂണിഫോമിനെ പറ്റി ഏത് കാലത്താണ് ജീവിക്കുന്നത്? എനിക്ക് തിരിച്ചു കാരണം ഞാൻ പറയട്ടെ 21ാം നൂറ്റാണ്ടിലേക്ക് ബസ് കിട്ടിയിട്ടില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ VP സുഹറ ജനാധിപത്യത്തിന്റെ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിനെ കുറിച്ച് ഒരു തരത്തിലുള്ള ഐഡിയ ഇല്ലാത്ത ആളാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആരാ പറയാൻ, ഞങ്ങളും ഈ പൊതുസമൂഹത്തിന്റെ ഭാഗമാണ്. ഒരു മുസ്ലിം സ്ത്രീ സ്വന്തം അഭിപ്രായം പറഞ്ഞ് പറ്റുന്നില്ല. അതാണ് പ്രശ്നം. അതാണ് നിങ്ങളുടെ പ്രശ്നം. ഡോക്ടർ അബ്ദുള്ള ബാസിൽ, നിങ്ങൾ സ്ത്രീകൾക്കെതിരെയാണ്. നിങ്ങൾ മുസ്ലിം പെൺകുട്ടികൾക്കെതിരെയാണ് നിങ്ങളുടെ നിലപാട്. ഒരു സംശയമില്ല, നിങ്ങൾ മുസ്ലിം പെൺകുട്ടികൾക്കെതിരെയാണ്. മുസ്ലിം പെൺകുട്ടികളെ എങ്ങനെയൊക്കെ തളച്ചിടാം എന്നതിൽ ഗവേഷണം നടത്തുകയാണ് അബ്ദുള്ള ബാസിൽ. ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, ആരോടും ചർച്ച ചെയ്യാതെ എടുത്ത സർക്കാർ തീരുമാനം എന്ന നിലയ്ക്കാണ് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇതിനെ വിശേഷിപ്പിച്ചത്. നമുക്കറിയാം, മതസംഘടനകളിൽ നിന്നും വേറെയും ചില പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ സ്കൂളുകളിൽ എന്തെങ്കിലും ഒരു പരിഷ്കാരം കൊണ്ടുവരണമെങ്കിൽ ആരോടൊക്കെ ചർച്ച ചെയ്യേണ്ടി വരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഇന്നലെ രാവിലെ മുതൽ മനഃപൂർവ്വം വിവാദമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ആദ്യം ഈ വിസ്ഡത്തിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ആൾ എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകളിൽ വന്ന വ്യക്തി തന്നെ പറഞ്ഞത് ഇത് നിർബന്ധമാക്കി അടിച്ചേൽപ്പിച്ചു എന്നതാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് ഇന്നലെ മുതൽ തന്നെ പൊതുസമൂഹത്തിലുണ്ട്. നമ്മളെല്ലാവരും അതെ PK അഷ്റഫ് പറഞ്ഞത് അത് നിർബന്ധമല്ലെന്നും സുംബ, കോമ, ലഘു വ്യായാമങ്ങൾ ഉൾപ്പെടെയുള്ള കായിക പരിശീലനങ്ങൾ എന്നാണ്. ഒരിക്കലും അത് നിർബന്ധമാക്കിയിട്ടില്ല എന്ന് വ്യക്തമായി. അതോടൊപ്പം തന്നെ അർത്ഥ വസ്ത്രധാരണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചത്, അദ്ദേഹം പലതവണ ഇന്നലെ ചാനലുകളിലടക്കം ഇന്റർവ്യൂവിൽ അർത്ഥ വസ്ത്രധാരണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. അതും തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ്. സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെ കുട്ടികൾ ഇത്തരത്തിൽ വ്യായാമത്തിന്റെ ഭാഗമായിട്ട് മാറുകയാണ് എന്ന് നമുക്ക് വ്യക്തമായി. ഇന്നലെ പല വീഡിയോസും പല സ്കൂളുകാരും തന്നെ അത് പ്രസിദ്ധീകരിക്കുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ ഇപ്പോ ആരോടും ചർച്ച ചെയ്തില്ല. ഇപ്പൊ ആ ഉത്തരവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഉപവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് തന്നെ, മേഖലയിൽ നിന്ന് തന്നെ അധ്യാപകരെ സെലക്ട് ചെയ്ത് അത് കായിക അധ്യാപകനും അധ്യാപികയ്ക്കും ട്രെയിനിങ് കൊടുത്ത് അവർ വന്ന് നിശ്ചിത സ്കൂളുകൾക്ക് പരിശീലനം കൊടുത്ത് ഇന്ന ദിവസം പരിശീലനം എന്നെല്ലാം പറഞ്ഞ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശീലന പ്രക്രിയ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. മുഖ്യമന്ത്രി അടക്കം നേരത്തെ തന്നെ പൊതുയോഗങ്ങളിലടക്കം ഇത് പ്രഖ്യാപിച്ചിട്ടുമുള്ളതാണ്. അപ്പോൾ ചർച്ച ചെയ്യേണ്ട മേഖലകളിൽ, കരിക്കുലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യേണ്ട മേഖലകളിൽ ചർച്ച ചെയ്ത് അധ്യാപകർക്ക് പരിശീലനം കൊടുത്ത് സ്കൂളുകളിൽ നേരത്തെ തന്നെ പരിശീലനം ആരംഭിച്ച് ലഹരി വിരുദ്ധ ദിനമായിട്ടുള്ള 26-ാം തീയതി അതിന്റെ മൊബിലൈസേഷൻ നടത്താനാണ് തീരുമാനിച്ചത്. ഇത് മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കുന്നു. ഇപ്പൊ ഏറ്റവും ആദ്യം ജനറൽ ന്യൂട്രലുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവാദം ഉയർത്തി. ഈ ജനറൽ ന്യൂട്രൽ ഏറ്റവും ആദ്യം ആരംഭിച്ച കോളേജ് ഏതാണെന്നറിയോ? അത് PG അബ്ദുൾ വഹാബ്. ഇപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ MPയുടെ സ്കൂളുണ്ട്, PV പബ്ലിക് കോളേജ് എന്ന് പറയുന്ന കോളേജ് ഉണ്ട്. ആ കോളേജിൽ ജനറൽ ന്യൂട്രൽ യൂണിഫോം ആയിട്ട് 25 വർഷമായി. അതുപോലെ പാലക്കാട് തങ്ങളുടെ അധീനതയിലുള്ള ആരാണോ തങ്ങളായി വരുന്നത് ആ തങ്ങളുടെ അധീനതയിലുള്ള കോളേജാണ് ട്രിനിറ്റി കോളേജ് മഞ്ചേരിയിൽ. ആ ട്രിനിറ്റി കോളേജിൽ വർഷങ്ങളായിട്ട് തന്നെ ജനറൽ ന്യൂട്രൽ യൂണിഫോമാണ്. അപ്പൊ ഇവർക്കിടെ അധീനതയിലുള്ള പല കോളേജുകളിൽ ഇതൊക്കെ ആകാം. സാധാരണക്കാർ പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ ഇതാകാൻ പാടില്ല. അങ്ങ് എതിർത്ത് ഇറക്കുന്നതാണ് നാം കണ്ടത്. ഞാൻ എത്ര വീഡിയോ വേണമെങ്കിലും അയച്ചു തരാം. ഇപ്പൊ
ഇന്നലെ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്തെത്തി. MSF കോളേജ് ക്യാമ്പസിലെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോഴും അവരുടേതായിട്ടുള്ള സമ്മേളനങ്ങളിലും ഇതേപോലെ പെൺകുട്ടികൾ, തട്ടമിട്ട പെൺകുട്ടികൾ ഒരുമിച്ച് നിന്ന് ഇത്തരത്തിലുള്ള വെസ്റ്റേൺ ഡാൻസ് ചെയ്ത് അവരുടെ പൊടി പിടിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോ ഞാൻ അയച്ചു തരാം. അതുപോലെ ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം തീരുമ്പോഴും അദ്ദേഹം വിജയിച്ച ഘട്ടത്തിലും നിരവധി മുസ്ലിം സ്ത്രീകൾ തട്ടമിട്ട് ഇതുപോലെ തന്നെ ആ തെരഞ്ഞെടുപ്പ് ഗാനങ്ങൾ വെസ്റ്റേൺ മ്യൂസിക്കിലിട്ട് ഡാൻസ് ചെയ്യുന്ന വീഡിയോ നിരവധി പൊതുസമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലെ തന്നെ ഏറ്റവും യൂത്ത് കോൺഗ്രസ് ഇതിനെ അനുകൂലിക്കുകയാണ് യൂത്ത് കോൺഗ്രസും KSUവും ശരിയുടെ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്, ഇതിനെ അനുകൂലിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്താ പറഞ്ഞത്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വ്യത്യസ്തമായിട്ടാണ്. ഇത് മറ്റു പലർക്കും സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഗവൺമെന്റ് ഒരുക്കുകയാണെന്ന്. കരിക്കുലം കമ്മിറ്റി ഒരു നിർദ്ദേശം വെച്ച് ഏറ്റവും ശരിക്കും പറയാം നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിന്റെ ഭാഗമായി മാനസിക ഉല്ലാസവും ശാരീരിക ഉല്ലാസവും അച്ചടക്കവും അതുപോലെ തന്നെ കാര്യക്ഷമതയും കെയറിങ്ങും ഷെയറിങ്ങും എല്ലാം പഠിപ്പിക്കുന്ന ഒരു നൃത്തരൂപം അതിന്റെ ഭാഗമായി നമ്മളൊരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് അത് ഉൾപ്പെടുത്തുമ്പോൾ അതിനെ എതിർക്കാൻ വരുന്നവരെ നിശ്ചിതമായിട്ട് വിമർശിക്കേണ്ട ഉത്തരവാദിത്വം തന്നെയാണ് പ്രതിപക്ഷ നേതാവിനുള്ളത്. ലോകത്ത് 2 മാത്രമേ ഈ ഡാൻസിനെ നിരോധിച്ചിട്ടുള്ളൂ. അത് ഒന്ന് ഇറാനിലെ യാഥാസ്ഥിക ഭരണകൂടമാണ്, 2 വെസ്റ്റ് ബാങ്കിലുള്ള ഇസ്രായേലി ജൂത യാഥാസ്ഥിക കോളനിയാണ്. ബാക്കി ഒരിടത്തും ഈ നൃത്തം നിരോധിച്ചിട്ടില്ല. ഇന്നലെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഈ ആദ്യം എതിർത്ത കക്ഷി അദ്ദേഹം പറഞ്ഞത് എന്താ? ഞാൻ ഈ ഡാൻസിന്റെ കുറെ വീഡിയോ യൂട്യൂബിൽ കണ്ടു, അതെല്ലാം വളരെ മോശമാണെന്നാ. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വേറെ ഏതോ വീഡിയോ പോയി കണ്ടിട്ട് അതൊക്കെ സുംബ ഡാൻസ് ആണെന്ന് ചിത്രീകരിക്കരുത്. അതുപോലെ സാംബ ഡാൻസ് അതുവരെ വേറെയാണ്, ഉച്ചാരണത്തിൽ ചെറിയ മാറ്റമേ ഉള്ളൂ. ഇപ്പൊ അദ്ദേഹം ഏതൊക്കെയോ ഡാൻസ് പോയി കണ്ടിട്ട് ഇതൊക്കെയാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്, അതെല്ലാം അർത്ഥവസ്ത്രമാണ്, അതെല്ലാം വലിയ തരത്തിൽ മോശമായിട്ടുള്ള ഡാൻസ് ആണ് എന്ന രൂപത്തിലൊക്കെ ചിത്രീകരിക്കുകയാണ്. ഇവിടെ ഒരു കാരണവശാലും ഗവൺമെന്റ് പിന്നോക്കം പോവില്ല. പല ഘട്ടത്തിലും പൊതുസമൂഹത്തിന് സ്വീകാര്യമായിട്ടുള്ള പല പരിഷ്കാരങ്ങൾ വരും. ഇപ്പൊ സ്കൂളിന്റെ സമയം 15 മിനിറ്റ് നേരത്തെയാക്കാനും 15 മിനിറ്റ് വൈകിക്കാനും തീരുമാനിച്ചു. അന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി നിശ്ചിതമായിട്ടുള്ള ഇത്ര ദിവസം വർക്കിംഗ് ഡേയ്സ് വേണം. ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 9:45 ക്ലാസ് തുടങ്ങുന്നു. അപ്പൊ തന്നെ എതിർക്കാൻ വന്നില്ല, ഇത് ഞങ്ങളെ ലക്ഷ്യമിട്ടാണെന്ന് പറഞ്ഞ്. അത്തരത്തിലുള്ള സാഹചര്യത്തെ ഒരു കാരണവശാലും ഇനി അനുവദിക്കില്ല. കാരണം ഇവർക്ക് വിശ്വസിക്കാം, ഇവർക്ക് വിശ്വസിക്കാതിരിക്കാം, ഇവർക്ക് എതിർക്കാം, അഭിപ്രായം പറയാം, അതിനൊന്നുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല. പക്ഷേ സമൂഹത്തിന് നന്മയാകുന്ന എന്തു വന്നാലും ഞങ്ങൾ എതിർക്കും ഒരു കൂട്ടര്. അങ്ങനെ എതിർക്കാൻ വേണ്ടി ഇവർ പറയുന്ന പ്രസ്താവനയെ ചൂടുപിടിച്ച് ഭൂരിപക്ഷ വർഗീയതയുമായി ബന്ധപ്പെട്ടവർ അതിന് എതിർ പ്രസ്താവനയായിട്ട് വരുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള സംഘർഷത്തിന്റെ ഭാഗമായി സമൂഹത്തിന് ഗുണം കിട്ടുന്ന പല പദ്ധതികളും മുന്നോട്ടും കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം. ആ സാഹചര്യത്തെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും അണിനിരത്തിക്കൊണ്ട് തന്നെ ഗവൺമെന്റ് ചെറുക്കും. ധൈര്യമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും, ഒരു ഭയവുമില്ല. ഇവർ എതിർക്കുന്നവർ എതിർത്തോട്ടെ, ഇത് നിർബന്ധമല്ല. പങ്കെടുക്കാൻ കഴിയുന്നവർക്ക് പങ്കെടുക്കാം, എതിർക്കാം. ഇത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ പോളിസി. ഇത് മദ്യത്തിനെതിരായിട്ടുള്ള, ലഹരിക്കെതിരായിട്ടുള്ള ദീർഘകാല ക്യാമ്പയിന് സജ്ജമായി നമ്മുടെ ക്യാമ്പസുകളെ, സ്കൂളുകളെ സമരസജ്ജമാക്കാൻ കായികപരമായിട്ടുള്ള കൃത്യമായിട്ടുള്ള ധൈര്യത്തോടുള്ള ഇടപെടൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് അതുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇപ്പോൾ ഈ സൂംബ നടപ്പാക്കുന്നു എന്ന് പറയുന്ന ഘട്ടത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പ് വരികയോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വലിയ എതിർപ്പ് വരികയോ ചെയ്തിട്ടുണ്ടോ? ഒരു ഘട്ടത്തിൽ പോലും അധ്യാപകരുടെ ഭാഗത്തുനിന്നോ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നോ രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്നോ എതിർപ്പ് വന്നിട്ടില്ല. ഇന്നലെ രാവിലെയാണ് ചില മാധ്യമങ്ങളിലൂടെ ഞാൻ പങ്കെടുക്കില്ല, എൻ്റെ കുട്ടിയെയും വിടില്ല, ഞാൻ ഇതിനെ എതിർക്കുന്നു എന്ന് പറഞ്ഞ് ചില ആളുകൾ രംഗത്തെത്തിയത്. അവരൊക്കെ രംഗത്ത് വരുമ്പോഴാണ് ഇത്തരത്തിൽ ഒരു എതിർപ്പ് എന്ന രൂപത്തിൽ മാധ്യമങ്ങളിലൂടെയും വാർത്ത വരുന്നത്. അതെല്ലാം കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തോടെയാണ്. അത് പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നേട്ടങ്ങളെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. സമൂഹത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഇത്തരത്തിൽ അരാജക പ്രവണതകൾക്കെതിരെ സമൂഹത്തെ യുദ്ധസജ്ജരാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളെ പിന്നോട്ടടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ പ്രത്യേക ലക്ഷ്യം വെച്ചിട്ടാണ്. ആ പ്രത്യേക ലക്ഷ്യം ഇവിടെ വേവാൻ പോകുന്നില്ല. അതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ശരി, കാരശ്ശേരി പക്ഷേ കുറെ മാസങ്ങളിലെ വിദേശവാസത്തിന് ശേഷം മടങ്ങിയെത്തിയതാണല്ലോ കേരളത്തിൽ. വന്ന ഉടനെ കേൾക്കുന്ന കാര്യം ഇതൊക്കെയാണ്. എന്താണ് ഇപ്പോൾ തോന്നുന്നത് ഈ ഘട്ടത്തിൽ? എൻ്റെ സ്മൃതി, ഞാൻ ഈ പൗരോഹിത്യത്തെ പറ്റി ആലോചിക്കുക. അവരൊരു സമാന്തര ഭരണകൂടമാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർക്ക് കാര്യങ്ങൾ കൽപ്പിക്കാം, നടപ്പാക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന വലിയൊരു പ്രശ്നം ഇംഗ്ലീഷ് പഠിക്കാൻ പാടില്ല എന്നായിരുന്നു. ഇംഗ്ലീഷുകാരെ എതിർക്കാൻ വേണ്ടത് ഇംഗ്ലീഷ് പഠിക്കുകയാണ് എന്ന് തിരിയാനുള്ള സാമാന്യ ബോധം പോലും ഇവിടുത്തെ പൗരോഹിത്യത്തിനുണ്ടായില്ല. ഇവിടെ ഏറ്റവും അധികം ഇംഗ്ലീഷുകാരെ എതിർത്ത ആരാണ്? അലീഗഡിൽ ചെന്ന് ഇംഗ്ലീഷ് പഠിച്ച മുഹമ്മദ് അബ്ദുറഹിമാനാണ് എതിർത്തത്. ആ അബ്ദുറഹിമാൻ കാഫറാണെന്ന് പറയാൻ ഇവിടെ ആളുണ്ടായി. ഇതാണ്
അതായത് പുതുമ എന്ത് വന്നാലും അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകൻ സർ സയ്യിദ് അഹമ്മദ് ഖാനെ കാഫർ എന്നാണ് വിളിച്ചത്. അപ്പോൾ എല്ലാ തരത്തിലുള്ള കലാരൂപങ്ങളെയും എതിർക്കുക. പ്രത്യേകിച്ച് കലാരൂപങ്ങളിൽ എന്താ ഉള്ളത്? വ്യക്തികളുടെ സ്വാതന്ത്ര്യമുണ്ട്, അവരുടെ സന്തോഷമുണ്ട്. വ്യക്തികളുടെ സ്വാതന്ത്ര്യവും സന്തോഷവും ഒരു മതവിഭാഗത്തിലെ പുരോഹിതനും ഇഷ്ടാവില്ല. എന്താ കാര്യം? അവർക്ക് ദൈവമുണ്ട്, മരണമുണ്ട്, പരലോകമുണ്ട്, നരകമുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്തുകയാണ്. സന്തോഷിക്കാൻ പാടില്ല, സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പാടില്ല. അപ്പോൾ ഫ്ലാഷ് മോബ് എന്ന് കുറച്ച് കൊല്ലം മുമ്പ് ഒരു ഏർപ്പാടുണ്ടായിരുന്നു. മലപ്പുറത്ത് അതിൽ പങ്കെടുത്ത ഒരു പെൺകുട്ടി, അവളുടെ പേരെൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ജസ്ല മാടശ്ശേരി, അവൾ കേസുകാരിയായിരുന്നു, മുസ്ലിം കുടുംബത്തിൽ പറഞ്ഞ കുട്ടിയാണ്. അത് വലിയ പ്രശ്നമായി, ഒന്നും പറയണ്ട, എത്ര കാലമാണ് ഒരു ഫ്ലാഷ് മോബ് പങ്കെടുത്തതിന്. അപ്പോൾ അവർ ശരീരം കൊണ്ട് ചലനമുണ്ടാക്കുന്നു, അവർ സന്തോഷിക്കുന്നു. ഇപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് മദ്രസയിൽ അറിയോ, പെൺകുട്ടികൾക്ക്, ഞാൻ സുന്നി മദ്രസയിൽ പഠിച്ച ആളാണ് ഞാൻ. 1962 ഞാൻ 5ാം തരം പരീക്ഷ പാസ്സാകുമ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് പരീക്ഷ എഴുതാൻ പാടില്ല, എഴുത്ത് പാടില്ല, എഴുത്ത് പഠിക്കൽ ഹറാമാണ്. അങ്ങനെ ഇവർ പണ്ട് ഹറാമാക്കി എന്തെല്ലാം ഹലാലായി. ഇപ്പോൾ 1985 40 കൊല്ലം മുമ്പ് ഫറോക്കിലൊരു പള്ളിയിലെ ഇമാമിന് ജോലി നഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ വീട്ടിൽ, അദ്ദേഹം ഗൾഫിൽ നിന്ന് ഒരു TV കൊണ്ടുവന്ന് വെച്ചു. ആ TV നമ്മുടെ ഇമാമ് കാണുന്നുണ്ടാവാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ പുറത്താക്കിയത് 1985. ഇപ്പോൾ അവർ ചാനൽ നടത്തുന്നു. ആലോചിച്ച് നോക്കൂ. ഇതുപോലെ ഫോട്ടോ എടുക്കുന്നത് ഹറാമായിരുന്നു, ചിത്രം വരയ്ക്കുന്നത് ഹറാമായിരുന്നു. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവിടെ മദ്രസയിൽ ശാസ്ത്രമേളയ്ക്ക് പോകുന്ന ഹറാമായിരുന്നു. പിന്നെ ഫുട്ബോൾ കാണാൻ പാടില്ല. ഇറാനിൽ വലിയ പ്രശ്നം ഉണ്ടായത് അത്. കാരണം ഫുട്ബോൾ കാണുമ്പോൾ മുട്ടിൻ്റെ മേലെ ട്രൗസർ ഇട്ട ഒരു പുരുഷനെ കാണുന്നു എന്നാണ്. ഫുട്ബോളല്ല കാണുന്നത്, ഈ പുരുഷൻ്റെ ശരീരമാണ് കാണുന്നത്. അങ്ങനെ പോയിട്ടാണ്, അത് വലിയ കഥയാണ് അതൊക്കെ ഒരു പെൺകുട്ടി ഒളിച്ച് കണ്ടിട്ട് ഇറാനിൽ വലിയ പ്രശ്നമുണ്ടായി. അപ്പോൾ ഏറ്റവും വലിയ പെണ്ണുങ്ങളെ അടക്കിയിരുത്തുക എന്നുള്ള സ്ത്രീവിരുദ്ധമായ നിലപാടാണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത്. ഈ സൂംബ എന്ന് പറയുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ 27 കൊല്ലമായിട്ടുള്ളതുണ്ടായിട്ട് ദക്ഷിണ അമേരിക്കയിലെ കൊളംബിയയിൽ ബെട്രോ പെറാസ എന്ന് പേരായ ഒരു നൃത്ത അധ്യാപകൻ, അദ്ദേഹം കായിക പരിശീലനക്കാരനും കൂടിയാണ്. അദ്ദേഹം യാദൃച്ഛികമായി കണ്ടെത്തിയ ഒരു ഏർപ്പാടാണിത്. അതിൽ കായിക പരിശീലനമുണ്ട്, നൃത്തമുണ്ട്. അതിലൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഒരു പെൺകുട്ടിയും പറയുന്നില്ല. ഇപ്പോൾ ജെൻഡർ ജസ്റ്റിസിന് വേണ്ടിയിട്ട് വാദിക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ടും കോമൺ യൂണിഫോം ആണിനും പെണ്ണിനും എന്ന് വന്നപ്പോൾ വലിയ എതിർപ്പായിരുന്നു. എന്നിട്ട് ബാലുശ്ശേരിയിലെ ഒരു സാധനം TV കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. ബാലുശ്ശേരിയിലെ പെൺകുട്ടികളോട് TV-ക്കാർ ചോദിച്ചു, അവർ ഞങ്ങൾക്ക് വലിയ സൗകര്യമാണ് പാൻസ് ഇടുന്നത്, ഓടാനും നടക്കാനൊക്കെ സൗകര്യമാണ്. പാൻസ് ഉണ്ടായ നാട്ടിൽ ആണും പെണ്ണും ഒരുപോലെ പോകാൻ ബുദ്ധിമുട്ടാകില്ലേ എന്നാണ് ചോദിച്ചത്. അത് പെൺകുട്ടികൾക്കല്ല, അവർക്കല്ല ബുദ്ധിമുട്ട്. ഇവർ പറയാണ്, ഈ ഏതെങ്കിലും ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഇതെങ്ങനെ ഇടുന്നത് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് കേൾക്കാം. അപ്പോൾ ഇവിടെ കേരളത്തിലൊരു വാദം എന്താണ്? വിവാഹപ്രായം 18 വയസ്സിൽ നിന്ന് 15 ആക്കണം എന്നാണ് പുരോഹിതന്മാർ പറയുന്നത്. എന്താ ആരാ പറയുന്നത്? പെൺകുട്ടികളല്ല പറയുന്നത്. അപ്പോൾ അതുപോലെ ക്രിസ്ത്യൻ പൗരോഹിത്യം ഇപ്പോൾ പറയുന്നത് എന്താ? സന്താന നിയന്ത്രണം പാടില്ല. കേരളത്തിലെ സ്ത്രീകൾക്ക് മോചനം കൊടുത്ത പ്രധാനപ്പെട്ട ഒരു കാര്യം സന്താന നിയന്ത്രണമാണ്. അത് പാടില്ല. കൂടുതൽ പ്രസവിക്കുന്ന കുടുംബത്തിന് സമ്മാനം കൊടുക്കാൻ നടക്കുകയാണ് കത്തോലിക്ക പുരോഹിതന്മാർ, ആളെണ്ണം കൂട്ടാൻ വേണ്ടിയിട്ട്. അത് മുസ്ലിം പൗരോഹിത്യം നേരത്തെ ഉള്ളതാണ്. സന്താന നിയന്ത്രണം അവരെതിരാണ്. 1970 എന്തൊരു ബഹളമായിരുന്നു കേരളത്തിലെ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിൽ നിന്ന്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാനിന്ന് ഡിഗ്രിക്ക് പഠിക്കുകയാണ്. അതൊക്കെ ഇപ്പോൾ പോയി. ഇപ്പം സന്താന നിയന്ത്രണത്തിൻ്റെ കാര്യം പോയി, സിനിമയുടെ ഹറാമ് പോയി, ചിത്രം വരയ്ക്കുന്നതിൻ്റെ ഹറാമ് പോയി, പെൺകുട്ടികൾ അക്ഷരം പഠിക്കുന്നതിൻ്റെ ഹറാമ് പോയി, എല്ലാം പോയി. ഇപ്പോൾ മദ്രസത്തുൽ ബനാത്ത്, പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള മതപാഠശാലകൾ സ്ഥാപിക്കവരുടെ പണി, ഇംഗ്ലീഷ് മീഡിയം ഇവരുടെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ. അപ്പോൾ എപ്പോഴും ഏത് നൂറ്റാണ്ടാന്ന് ചോദിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പുതിയ ഒരു സാധനം വരുമ്പോൾ അതിനെതിരായിട്ട് നിൽക്കുക. അതുപോലെ ആണും പെണ്ണും ഇടകലർന്ന് പെരുമാറി പരിചയിച്ചാലേ ഈ തരത്തിൽ മാനസികമായ വളർച്ച ഉണ്ടാവുള്ളൂ. അല്ലാതെ ഇതൊക്കെ ഇങ്ങനെ വേറിട്ട് നിർത്തിയിട്ട് ആണും പെണ്ണും ഒന്നിച്ച് പഠിക്കുന്ന വിദ്യാലയങ്ങൾ അയക്കുന്നത് തന്നെ ശരിയല്ല എന്നിവർക്ക് അഭിപ്രായമുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും സ്കൂളിൽ മുസ്ലിം പെൺകുട്ടിയോ ആൺകുട്ടിയോ അഡ്മിഷന് ചെല്ലുമ്പോൾ അവരൊന്ന് സംശയിക്കും. കാരണം നാളെ ഈ കുട്ടി അഡ്മിഷൻ കൊടുത്തിട്ട് നാളെ ഇവനെ കൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാവുക. അപ്പോൾ അവരുടെ വിദ്യാഭ്യാസത്തെ, ഉന്നത വിദ്യാഭ്യാസമൊക്കെ തടയുന്ന
ഒരു ലെവലിലേക്ക് ഇത് പോവും. ഈ ചർച്ചയ്ക്ക് വന്ന എന്താ ഇപ്പൊ ചർച്ച ചെയ്യുന്നത്? കാശ്ശേരി മാഷേ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടല്ലോ, മുസ്ലിം ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കേട്ടല്ലോ, ഇങ്ങനെ ഇതൊരു അടിച്ചേൽപ്പിക്കൽ പാടില്ല. ഒന്നാമത് അടിച്ചേൽപ്പിക്കുന്നില്ല, അദ്ദേഹം പറയുന്നത് സുംബ അടിച്ചേൽപ്പിക്കരുത്. മാത്രമല്ല ഇതിൽ ഇവരോടൊക്കെ ചർച്ച നടത്തണം. ആരോടാണ് ചർച്ച നടത്തേണ്ടത്? ഇവിടെ മുസ്ലിം പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇവിടെ വന്ന് ഇത് പറ്റില്ല എന്ന് പറയുന്നത് നമ്മൾ കണ്ടില്ല, രക്ഷിതാക്കൾ പറയുന്നതായി കണ്ടില്ല, സ്കൂളുകൾ എതിർപ്പ് പറയുന്നതായി കണ്ടില്ല. അപ്പോൾ ആരോടാണ് ചർച്ച നടത്തേണ്ടത്? ഈ തരത്തിൽ പിന്നാക്കാവസ്ഥ പ്രകടിപ്പിക്കുന്ന പുരോഹിതരോട് ചർച്ച നടത്തി വേണം ഇവിടെ ഓരോ പുരോഗമനപരമായ കാര്യങ്ങൾ നടപ്പാക്കാൻ എന്നാണോ? അല്ല, ഈ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഗവൺമെൻറ്റിൻ്റെ ഇപ്പോഴത്തെ നിലപാട് 100% ശരിയാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഗവൺമെൻറ് പിന്നാക്കം പോരുത്. ഗവൺമെൻറ് ഇപ്പോൾ വഖഫ് ബോർഡിലെ നിയമനങ്ങളിൽ PSCക്ക് വിടുക എന്നുള്ളതിൽ ഗവൺമെൻറ് പിന്നാക്കം പോയി. ഈ ജെൻഡർ ജസ്റ്റിസിൻ്റെ പിന്നെ ലിംഗപദവിയുടെ തുല്യതയുടെ പേരിൽ യൂണിഫോം നടപ്പാക്കുമ്പോൾ ഗവൺമെൻറ് പിന്നോക്ക് പോയി. ഇതിൽ അടിച്ചേൽപ്പിക്കുന്ന പ്രശ്നമില്ലല്ലോ. കാരണം നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നില്ല എന്നുള്ളതിന് ആരും സെക്സ് എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ പിന്നാക്കം പോയി. സ്കൂളുകളിൽ ലൈംഗിക വിദ്യാഭ്യാസം പാടില്ല. അതെ, പിന്നാക്കം പോകരുത്. ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമുള്ള ഒരു സാധനമാണ്. ലൈംഗിക വിദ്യാഭ്യാസം എന്നുള്ളത് ഇപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇപ്പോൾ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിയാത്ത ആളുകളാണ്. അപ്പോൾ ഇന്ത്യയിൽ മൊത്തത്തിൽ ലൈംഗിക വിദ്യാഭ്യാസം വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ കൊടുത്താൽ മാത്രമേ പലതരത്തിലുള്ള ആന്ധ്യങ്ങളും മാറുകയുള്ളൂ. ഈ സദാചാര ഗുണ്ടായുസം നടപ്പാക്കാനാണ് എല്ലാ മതവിഭാഗത്തിലെയും പുരോഹിതന്മാർ ശ്രമിക്കുന്നത്. അവർ ഭീഷണിപ്പെടുത്തിയാൽ വീണു പോകാനേ ഉള്ളൂ ഇവിടുത്തെ ഗവൺമെൻറ്റുകളും ഇവിടുത്തെ പാർട്ടികളും. ആരോട് ചർച്ച നടത്തണം എന്നാണ് പ്രതിപക്ഷ നേതാവ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നേയില്ല. കാരണം PTA എന്നൊരു സാധനമുണ്ട് സ്കൂളിൽ, അവരാണല്ലോ ഒക്കെ തീരുമാനിക്കുന്നത്. അതിൽ ടീച്ചേഴ്സ് അസോസിയേഷൻ അല്ലെ വിദ്യാർത്ഥികളുടെ സംഘടന, അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം പുറമേ നിന്ന് മതപൗരോഹിത്യം അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ രക്ഷകരാണെന്ന് പറഞ്ഞു വന്നിട്ട് ഞാനത് ആവർത്തിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ മതവിഭാഗത്തിലെയും പൗരോഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട പണി സ്ത്രീകളെ അടിച്ചിരുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്, വിദ്യാഭ്യാസ മന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ ഈ പറഞ്ഞ നിലപാടിൽ ഉറച്ചു നിൽക്കണം. എന്നിട്ട് പൗരോഹിത്യത്തെ പഠിപ്പിക്കണം. പലതും പഠിപ്പിച്ചല്ലോ. ഇവിടെ ഇപ്പം പെണ്ണുങ്ങൾ എഴുത്ത് പഠിക്കാൻ പാടില്ല എന്നുള്ളത് തീർന്നു പോയില്ലേ? ഇപ്പോൾ ഇവർക്ക് ഇവർ പറഞ്ഞിരുന്നു എന്ന് 1934 സമസ്തയുടെ പ്രമേയത്തെപ്പറ്റി ഞാൻ പറഞ്ഞു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 34 മാർച്ച് 10 ആ പ്രമേയം പാസ്സാക്കിയത് മണ്ണാർക്കാട് വെച്ചിട്ട്. പെൺകുട്ടികൾ എഴുത്ത് പഠിക്കുന്നത് അനഭിലഷണീയമാണ്. 62 കൂടി അത് മാറിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവം കാണിക്കുന്നത്. ഞാനന്ന് എൻ്റെ സുഹൃത്തായൊരു കുറച്ച് ഉണർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തായൊരു മുസ്ലിമോട് ചോദിച്ചു, ഇത് എന്താണ് പെണ്ണുങ്ങൾ എഴുത്ത് പഠിച്ചത്? നിനക്കെന്തായിപ്പോയി, എഴുത്ത് പഠിച്ച പോലൊക്കെ പ്രേമലേഖനം എഴുതിക്കാളൂലേന്നാ. ഇതാണ് ആലോചന. എഴുത്ത് പഠിച്ചാൽ പ്രേമലേഖനം എഴുതിപ്പോവും. മലാല യൂസുഫ് സായി എന്ന് പറയുന്നത് ഏത് അളവിലാണ് ആ കുട്ടി ദുരിതം അനുഭവിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ പൗരോഹിത്യത്തിന് കീഴടങ്ങാത്ത രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടെങ്കിൽ നമുക്ക് നവോത്ഥാനവും തുല്യതയും നീതിയും ഉണ്ടാവുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാട് 100% ശരിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു തരത്തിലുള്ള എതിർപ്പിനും വഴങ്ങാൻ പാടില്ല. പ്രതിപക്ഷ നേതാവോ പ്രതിപക്ഷ പാർട്ടികളോ ഈ തരത്തിൽ പിന്തിരിപ്പൻ നിലപാടുകളെ പിന്തുണയ്ക്കുന്ന അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്നാണ് എൻ്റെ അപേക്ഷ. ഡോക്ടർ അബ്ദുള്ള ബാസിൽ, ഇപ്പോൾ നിങ്ങൾ മുൻപ് എതിർത്തുന്ന പല കാര്യങ്ങളിലും ഇപ്പോൾ നിങ്ങൾക്ക് ഹലാലായി എന്നിപ്പോൾ കാരശ്ശേരി മാഷ് പറഞ്ഞല്ലോ. അപ്പോൾ മുസ്ലിം പെൺകുട്ടികളുടെ പഠനത്തെ എതിർത്തു, ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തെ എതിർത്തു, ഇപ്പോൾ സംഗീതത്തെ എതിർത്തുകൊണ്ടുള്ള ചില പുരോഹിതരുടെ പ്രതികരണങ്ങളടക്കം ഇപ്പോൾ ഫേസ്ബുക്കിൽ ഇങ്ങനെ സജീവമായി വരുന്നുണ്ട്. ഈ ടെലിവിഷനെ എതിർത്തു, ടെലിവിഷൻ കാണരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ ടെലിവിഷനിലൂടെ തന്നെയാണ് ഈ പറയുന്ന യാഥാസ്ഥിതിക പ്രതികരണങ്ങൾ ഇവർ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന വിമർശനം. ഇതിൽ നിങ്ങൾ പറയുന്ന വാദങ്ങൾ ദുർബലമായി പോകുകയല്ലേ ഡോക്ടർ അബ്ദുള്ള ബാസിൽ? ഓക്കെ, തീർച്ചയായും സ്മൃതി. ഇതിൽ ഒരു കാര്യം, ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് കുറച്ച് സമയം തരണമെന്ന് അപേക്ഷിക്കുകയാണ്. അതെ, ഈ ചർച്ചക്കിടയിൽ ഇപ്പോൾ ഈ ഇടവേളക്കിടയിൽ ഒരു പിതാവ് എനിക്ക് അയച്ച മെസ്സേജ് ഞാൻ അതേപോലെ വായിക്കുകയാണ്. താങ്കൾ പറഞ്ഞു പിതാക്കന്മാർ അല്ലെങ്കിൽ രക്ഷിതാക്കൾ എവിടെ പരാതി പറഞ്ഞു, കുട്ടികൾ എവിടെ പരാതി ചോദിച്ചല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്. സ്മൃതി പറയുന്നു, ഏതെങ്കിലും മാതാവോ പിതാവോ പരാതിപ്പെട്ടില്ല എന്ന് ഞാനും എൻ്റെ ഭാര്യയും സ്കൂൾ ടീച്ചറോട് ആവശ്യപ്പെട്ടതാ. എൻ്റെ മകനാണെങ്കിൽ ആകെ വിഷമത്തിലാണ്, പങ്കെടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ച്. ഏതായാലും മോൻ പങ്കെടുക്കില്ല എന്ന് അവൻ തന്നെ സാങ്കേതിക പ്രശ്നമാണ്. അദ്ദേഹം ഒരു പിതാവ് അയച്ച മെസ്സേജാണ് ഇപ്പോൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. അരുൺകുമാറിലേക്ക് ഞാൻ പോവുകയാണ്. അരുൺ, ഇപ്പോൾ അബ്ദുള്ള ബാസിൽ സാങ്കേതിക തകരാറ് കാരണമാണ് അദ്ദേഹം പറയുന്നത് മുഴുവൻ കേൾക്കാൻ പറ്റാത്തത്. ഏതായാലും രക്ഷിതാവ് ഒരു പരാതി അയച്ചു എന്ന് പറയുന്നു. അത് പറയേണ്ടടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ആ മകന് പങ്കെടുക്കണ്ട
ഒരു നിർബന്ധവും ഇല്ലല്ലോ അല്ലേ? അല്ല, ഇനിയിപ്പോ ഇങ്ങനെ ചോദ്യങ്ങൾ ഉയർന്നു വന്ന സ്ഥിതിക്ക് നിരവധി പരാതികൾ ഉയർന്നു വരും. അത് അവർക്ക് പിടിച്ചു നിൽക്കണമല്ലോ. കാരണം പൊതുസമൂഹത്തിൽ നിന്ന് അത്രയും അധികം എതിർപ്പാണ് ഇന്നലെ ഇവർ ഈ പ്രസ്താവന നടത്തിയതിനു ശേഷം ഉണ്ടായത്. കാരണം വളരെ സന്തോഷത്തോടെ കുട്ടികൾ, വളരെ ആവേശത്തോടെ കുട്ടികൾ, അധ്യാപകർ, രക്ഷിതാക്കളെല്ലാം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം, അത് പൊതുവിദ്യാഭ്യാസത്തിന്റെ ശക്തിപ്പെടുത്തുന്ന മയക്കുമരുന്നിനെതിരായിട്ടുള്ള നീക്കത്തെ കൂടുതൽ ഗൗരവപൂർവ്വമാക്കുന്ന ഒരു ഇടപെടലാണ്. അതിൽ ഇത്തരത്തിൽ വർഗീയമായിട്ടുള്ള ഒരു ചിന്തയും സമൂഹത്തിൽ വിദ്വേഷം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഒരിക്കലും അതിനെ പ്രതികരണമായിട്ട് വരുന്നവർ കൂടുതൽ സംഘർഷാവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം മനഃപൂർവ്വം സൃഷ്ടിച്ചു തന്നെയാണ്. ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ആദ്യം ഹറാമായിട്ടുള്ള പലതും ഹലാലായി. എന്തുകൊണ്ടാണ് ടിവിയെ ഇവർ ചെകുത്താന്റെ പെട്ടി എന്നാണ് വിശേഷിപ്പിച്ചത്? ആ ചെകുത്താന്റെ പെട്ടി, ആ പെട്ടിയിലൂടെയാണല്ലോ ഇപ്പൊ എല്ലാ പ്രചരണവും നടക്കുന്നത്. ഫോട്ടോ എടുത്താലും അത് വലിയ ഹറാമാണെന്ന് പറഞ്ഞു. ഹജ്ജിന് പോകണമെങ്കിൽ പാസ്പോർട്ടില് ഫോട്ടോ ഒട്ടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ഹറാം അങ്ങനെ തന്നെ ഹലാലായി മാറി. ഇപ്പൊ റീലാണ് ഇവരുടെ ഏറ്റവും വലിയ മുഖ്യ പ്രചരണ മാധ്യമം. ആ റീൽ എടുക്കുമ്പോഴും അതെല്ലാം ഒരു കാലത്ത് ഹറാമായിരുന്ന ഇപ്പൊ ഹലാലായി മാറിയിരിക്കുന്നത്. അങ്ങനെ ഓരോന്നെടുത്ത് നോക്ക്. ഇപ്പൊ ഗവൺമെന്റ് ജോലി അവർ ഒരിക്കലും വാങ്ങിക്കില്ലെന്ന് പ്രഖ്യാപിച്ചു. ആ ഗവൺമെന്റ് ജോലി പിന്നെ മേടിച്ചു. കോടതിയിൽ ഒരാവശ്യത്തിനും പോകില്ലെന്ന് തീരുമാനിച്ചു. കോടതിയിൽ പോകുന്നു. ഇപ്പൊ കേസിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇവർ നിൽക്കുന്ന കാണുക. അപ്പൊ ഒരു ഭാഗത്ത് തള്ളിപ്പറഞ്ഞതെല്ലാം പിന്നീട് അവർ സ്വീകരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ കുട്ടികളുടെ മാനസിക ശാരീരിക ഉല്ലാസത്തിന് വേണ്ടിയിട്ടുള്ള ഈ സ്പോർട്സിനെയും അവർ ഒരു കാലത്ത് സ്വീകരിച്ച് തന്നെ വരേണ്ടി വരുന്ന സാഹചര്യം അതിവിദൂരത്തല്ല. ഗവൺമെന്റ് പിന്നോട്ട് പോകരുത്. ഗവൺമെന്റ് ഒരു കാരണവശാലും പിന്നോട്ട് പോകില്ല, പിന്നാക്കം പോകില്ല. ഇപ്പോൾ താങ്കൾക്ക് പരാതി അയച്ച രക്ഷിതാവ് എന്ന് പറയുന്നത് ആ മകനൊരു നിർബന്ധവും ഇല്ല അതിൽ പങ്കെടുക്കണമെന്ന്. അത് മകന് വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. ഇതിപ്പോ ഇനിയിപ്പോൾ ഇത് പറഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ പ്രതികരണങ്ങൾ നിങ്ങൾ കൊണ്ടുവരുമെന്നാണ് അരുൺകുമാർ പറഞ്ഞത്. മറുപടി പറഞ്ഞോളൂ. അല്ല അവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഒന്നാമത് ഞാൻ പറയുന്നത്, ഇത് ഈ ചർച്ചയുടെ തുടക്കം തന്നെ ഒരു രക്ഷിതാവും അതുപോലെ തന്നെ അധ്യാപകനും ഇതിനെതിരെ വന്നതാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഇവിടെ ലൈവായിട്ട് നിങ്ങൾക്ക് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി അല്ലേ? അതെ, അതുപോലെയുള്ളവർ കൂടിയതാണ് ഈ സമൂഹം എന്ന് പറയുന്നത്. അതേപോലെ ഞാൻ ജസ്റ്റ് പൂർത്തിയാക്കട്ടെ. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് സമയം തരണം. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് രക്ഷിതാക്കളുണ്ട്. അവർക്ക് അവരുടെ കൺസേൺ പറയാൻ ഏത് വേദിയാണ് ഒരുക്കിയത്? അങ്ങനെ വേദി ഒരുക്കിയില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പരാതി. അല്ലാതെ എല്ലാ മതസംഘടനകളോടും ചോദിച്ചിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് എടുക്കണം, അവർ ആജ്ഞാപിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ആജ്ഞാപിച്ചിട്ടൊന്നുമില്ല. സ്കൂൾ കുട്ടികൾ ലഹരിയിൽ പെട്ടുപോകാതിരിക്കാൻ നിങ്ങളുടെ ഒരു പരിപാടി പറയാമോ? അല്ല, ഞാൻ പറയട്ടെ. ഈ തുരങ്കം വെക്കലല്ലാതെ ഒരു പരിപാടി ഉണ്ടോ? മുഖ്യമന്ത്രിയുടെ വിദ്യാർത്ഥി സംഘടനകളെ വിളിച്ചുകൊണ്ടുള്ള യോഗത്തിൽ ഞങ്ങളുടെ പ്രതിനിധി ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് പങ്കെടുത്തിട്ടുണ്ട്. അവിടെ ഒരു മാർഗരേഖ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ടുകൊണ്ട് ലഹരിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തന്നെ PDF ആണ് ഞാൻ അയച്ചുതരാം. നിങ്ങൾക്ക് പറയാമല്ലോ, പ്രധാനപ്പെട്ട നിങ്ങളുടെ ഒരു ആശയം പറയാമല്ലോ, എങ്ങനെ തടയാം? പറയാം. ഒരു മിനിറ്റ് സ്മൃതി, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിന് പ്രതികരിക്കാനൊരു സമയം തരട്ടെ. ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകാം. ഇപ്പോൾ ഹറാമ് ഹലാലാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞല്ലോ. ഇവിടെ ഒറ്റ കാര്യം മാത്രം പറയാം. എഴുത്തിൻ്റെ കാര്യം പറഞ്ഞു. എഴുത്തിൻ്റെ കാര്യം അതൊക്കെ മാറ്റിയിരിക്കുന്നു. എങ്ങനെ മാറ്റിയത്? ഈ ഗവൺമെന്റ് ഇങ്ങനെ അടിച്ചേൽപ്പിച്ചതാണോ? ഇവിടെയുള്ള എഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള അഭിപ്രായം വന്നപ്പോൾ ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് സ്ത്രീകൾക്ക് എഴുത്തു പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം എന്ന് ഖുർആൻ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെയുള്ള മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ പുരോഗമനപരമായിട്ട് ഇതാ ഇംഗ്ലീഷ് വരുന്നു അങ്ങനെയൊന്നല്ല, അടിച്ചേൽപ്പിച്ചതൊന്നും. ഇസ്ലാം ഉദ്ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള സ്ത്രീകളുടെ വിദ്യാഭ്യാസമാകട്ടെ, എഴുത്തു പഠിക്കലാകട്ടെ, ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാകട്ടെ, അതിനൊക്കെ ഖുർആനും ഹദീസും ഒരു മിനിറ്റ് ഒരുപാട് മതത്തിനെതിരെ ഇത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ സംസാരിക്കുമ്പോൾ ഇടപെടരുത്. പിന്നെ വലിയ അപരാധമായിട്ട് കാരശ്ശേരി മാഷും, ബഹുമാന്യനായ കാരശ്ശേരി മാഷും അതുപോലെ തന്നെ അരുൺകുമാറും പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കളഞ്ഞു. എന്താ പറഞ്ഞത്? ഭയങ്കര നമ്മൾ വിചാരിക്കും എന്തോ പ്രതിപക്ഷ നേതാവ് 6-ാം നൂറ്റാണ്ടിലേക്ക് കൊണ്ടുപോയി. ഒന്നുമില്ല, എല്ലാവരെയും പരിഗണിക്കണം, എല്ലാവരുടെ അഭിപ്രായം പരിഗണിക്കുന്നു പറയുന്നത് വലിയ അപരാധം. ഈ ആളുകൾ എന്ത് ജനാധിപത്യമാണ് പറയുന്നത്? എല്ലാവരെയും പരിഗണിക്കണം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു അപരാധമായി? എന്താ പറഞ്ഞത്? പ്രതിഷേധാർഹമായ കാര്യമാണ് എല്ലാവരുടെയും അഭിപ്രായം പരിഗണിക്കണം എന്ന് പറഞ്ഞതോ? ഇതിനൊക്കെ ആലോചിക്കണം. അതായത് ഇവിടെയുള്ള ഒരു ജനവിഭാഗത്തിന് വിയോജിപ്പുള്ള ഒരു കാര്യം പറയുമ്പോൾ ഇവിടെ ആജ്ഞാപനമില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ പറയുന്നത് പോലെ എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ മുഴുവൻ പ്രതിനിധിയായിട്ട് ഇരിക്കേണ്ട കാര്യമില്ല ഡോക്ടർ അബ്ദുള്ള ബാസിൽ. നിങ്ങൾ അതിൽ തുലവും തുച്ഛമായ ഒരു സംഘടനയുടെ പ്രതിനിധി മാത്രമാണ്. എല്ലാ മുസ്ലിം സംഘടനകളും പറഞ്ഞിട്ടുണ്ട്. ഇല്ല,
എല്ലാ മുസ്ലിം സംഘടനകളൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാ മുസ്ലിം സംഘടനകൾ പറഞ്ഞിട്ടില്ല. എല്ലാ മുസ്ലിം സംഘടനകളുടെയും തലപ്പത്തെ പ്രതിനിധികളും പറഞ്ഞിട്ടില്ല. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞോ? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞോ? ഇതുവരെ പറഞ്ഞോ? ഈ കെ സമസ്തയുടെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ജിഫ്രി തങ്ങൾ മാത്രം പറഞ്ഞാലേ നിങ്ങൾ സ്വീകരിക്കുള്ളൂ. AP സമസ്ത താഴെ നിന്ന് പറഞ്ഞു തുടങ്ങുന്നു, മുകളിലേക്ക് എത്തിയിട്ടില്ല. വിസ്ഡം പറഞ്ഞിട്ടുണ്ട്. വിസ്ഡം ആണല്ലോ ടി.കെ. അഷ്റഫ്. ഏറ്റവും വലിയ നേതാക്കന്മാർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നത്? പിന്നെ രണ്ടാമത്തത് പിന്നെ അർദ്ധവസ്ത്രധാരണം, അത് സ്കൂളുകളിൽ അർദ്ധവസ്ത്രത്തിലൂടെയാണ് നടക്കുന്നത്. അങ്ങനെ ആ പോസ്റ്റിൽ ഇല്ല. അരുൺകുമാർ പറഞ്ഞത് കളവ് എന്ന് പറയുന്നത് ബഹുമാനക്കുറവാകുന്നുണ്ടെങ്കിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് പഠിക്കുന്ന സ്കൂളിൽ ഈ സുംബ ചെയ്യുമ്പോഴേക്കും വേറൊരു വികാരം അങ്ങ് വരും എന്ന് പറയുന്നത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? എന്ത് ശാസ്ത്രീയ അടിത്തറയാണുള്ളത്? ആ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഓൾറെഡി പറഞ്ഞ കാര്യം എന്ന് ആ പോസ്റ്റിലില്ല. അത് താങ്കൾ പറഞ്ഞ പോയിന്റാണ്, പിന്നെ ആവർത്തിക്കണ്ട. എല്ലാവരും കൂടി ആക്രമിക്കല്ലേ? നിങ്ങളുടെ നേതാക്കളുടെ ബൈറ്റിൽ തന്നെയുള്ളതാണ്, പ്രതികരണങ്ങളിലുള്ളതാണ് ആണും പെണ്ണും അല്പവസ്ത്രധാരികളായി എന്ന് പറയുന്ന അങ്ങനെയല്ല ഉള്ളത്. ഓക്കെ ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. പിന്നെ യൂട്യൂബിൽ തെരഞ്ഞത് വേറെ എന്തെങ്കിലും ആയിരിക്കും. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ലിങ്ക് അയച്ചു തരാം. എന്താണ് സ്കൂളുകളിലേക്ക് ഔദ്യോഗികമായി AOകൾ പോലും അയച്ചിട്ടുള്ള ലിങ്ക് ഏതാണെന്നുള്ളത്. ഇത് ഞങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാനൊന്നും പോയിട്ടില്ല. നിങ്ങൾ വീടുകളിൽ നിന്ന് സൂംബ പരിശീലിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് അയച്ച വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. വേണമെങ്കിൽ ഇപ്പൊ ചാനലിൽ ഇട്ടോളൂ. അതിലുള്ള വസ്ത്രധാരണത്തിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട്, ഞങ്ങളത് പറയും. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ ബാലിശമായി സംസാരിക്കുന്നത്? ഒരു മിനിറ്റ്. ആ കൺസേൺ അടക്കം പറയും. പിന്നെ സാമ്പക്ക് എന്താ കുഴപ്പം? നിങ്ങൾ പറയുന്ന വെച്ചാൽ ആ സാമ്പെന്തോ മോശമാണോ? സാമ്പക്ക് പ്രശ്നമുണ്ടോ? സ്മൃതിയുടെയും എനിക്കൊന്നും പ്രശ്നമല്ല. നിങ്ങളെ സംബന്ധിച്ച് സൂംബയും സാംബയും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് അറിയാമോ എന്നായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക അരുൺകുമാർ. എനിക്കിത് രണ്ടും പ്രശ്നമല്ല. സാമ്പയായിരിക്കും എന്ന് പറഞ്ഞ് പരിഹസിച്ചുകൊണ്ടാണ് പറയുന്നത്. സ്കൂള് ഒന്നും പ്രശ്നമാവില്ല. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്കാരമോ അല്ലെങ്കിൽ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾക്ക് വിഷയമല്ല. കാരണം നിങ്ങൾ അരുൺകുമാറിന് പ്രശ്നമുണ്ടോ? അരുൺകുമാറിന് സാമ്പ പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ഔദ്യോഗിക എനിക്കൊന്നും പ്രശ്നമില്ല. ഇതിനൊക്കെ ആസ്വദിക്കുന്ന ആളാണ് ഞാൻ. ഇതൊക്കെ ആസ്വദിക്കുന്ന ആളാണ്, ഇതൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ഒരു പ്രശ്നമില്ല. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴും നമ്മൾ ഗ്രഹിക്കുമ്പോഴും അതൊക്കെ പോസിറ്റീവായിട്ട് കണ്ടാൽ മതി. ഇതൊക്കെ കുട്ടികൾ അതിന് തയ്യാറാണ്, രക്ഷിതാക്കൾ തയ്യാറാണ്. പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താ കുഴപ്പം? ഇതൊക്കെ പരിഹരിക്കും. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറെ കഴിയുമ്പോൾ തള്ളി പറയും. രക്ഷിതാക്കൾ അല്ല ഈ ഡാൻസ് അല്ല ഇത്തരം പാട്ടുകൾ വെച്ച് തന്നെ തങ്ങളുടെ വീട്ടിൽ നടന്ന വിവാഹ ചടങ്ങിൽ വരെയുള്ള വീഡിയോ പൊതുസമൂഹത്തിലുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ടു നോക്ക്. MSFന്റെ പരിപാടിയിൽ അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെല്ലാം ഇത്തരം വീഡിയോസ് ഉണ്ടെന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഇത് ഒരു പൊതുസമൂഹത്തിൽ വരുന്ന ഇതാകുള്ള നല്ല ആശയത്തെ തള്ളി പറയണം, വിവാദം ഉണ്ടാക്കണം, ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഇത് മുതലെടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കണം. അതിന് 2 ദിവസമായിട്ട് നിങ്ങൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ പൊതുസമൂഹം തള്ളിക്കളയും. പൊതുവിദ്യാലയം നിങ്ങളുടെ അവിടെ കരിക്കുലം ഉണ്ടാക്കാനും നേരത്തെ അരുൺകുമാർ പറഞ്ഞിട്ടല്ലോ ഈ അബ്ദുൾ വഹാബിന്റെ സ്കൂളിനെ കുറിച്ചും അതോടൊപ്പം തങ്ങളുടെ സ്കൂളിനെ കുറിച്ചും. അവിടെയാണ് ജനറൽ ന്യൂട്രൽ യൂണിഫോം ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് തന്നെ. അന്നൊന്നുമില്ലാത്തൊരു തടസ്സം സർക്കാർ ഒരു പദ്ധതിയുമായി വരുമ്പോഴേക്കും നിങ്ങൾക്ക് എങ്ങനെയാണ് പറ്റിയത്? നിങ്ങൾ ഈ മതത്തിന്റെ മുഴുവൻ അവിടെയാണ് അരുൺകുമാറിനും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നത്. പറഞ്ഞോളൂ, പൂർത്തിയാക്കട്ടെ. അതായത് അരുൺകുമാർ വിചാരിച്ചെന്ന് വെച്ചാൽ പാന്റ് ഇടലാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന്. ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വിശാലമായിട്ടുള്ള ആശയമാണ്. അത് വെറും പാന്റ് ഇടലല്ല, കംഫർട്ടബിൾ ഡ്രസ് എന്ന് പറഞ്ഞാൽ. പിന്നെ പെൺകുട്ടികൾ ബാത്റൂമിൽ പോകുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ആശങ്ക എന്തായിരുന്നു? നിങ്ങൾ ഓരോ സമയത്ത് മാറ്റി മാറ്റി പറയാതിരിക്കൂ. നിങ്ങൾ ആ ഘട്ടത്തിൽ പറഞ്ഞ പ്രതികരണങ്ങളാണ് ഇതൊക്കെ. അല്ലല്ല, 4 വർഷമായിട്ടും സ്മൃതിക്ക് ജെൻഡർ ന്യൂട്രാലിറ്റി എന്താണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല. പഠിക്കണ്ടേ? എന്നുള്ളത് അതാണ് പ്രശ്നം. ഒന്നും കേൾക്കാൻ തയ്യാറാവൂല, ഒന്നും പറയാൻ സമ്മതിക്കൂല. പിന്നെ പറയാ നിങ്ങൾ വേറെന്തോ ആണെന്ന് പറയുന്നത്. നിങ്ങൾക്ക് മുസ്ലിം പെൺകുട്ടികൾ നന്നായി പഠിച്ച് നല്ല സ്വാതന്ത്ര്യത്തോടെ കൂടി സുഹൃത്തുക്കളോട് നന്നായി സംസാരിച്ച് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നത് സഹിക്കുന്നില്ല അബ്ദുൽ ബാസിൽ. അതാണ് പ്രശ്നം.
പക്ഷെ നിങ്ങളുടെ കയ്യിൽ നിൽക്കില്ലത്. ഞാനൊന്ന് സംസാരിക്കണ്ടേ? ഞാനൊന്ന് സംസാരിക്കണ്ടേ? എനിക്ക് പറയാനുള്ള ഒരു മിനിറ്റ് പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പ് എല്ലാവരും കൂടി ഇടപെട്ടാൽ എങ്ങനെ ശരിയാവുക? അവിടെയാണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ ആൺ പെൺ വേർതിരിവുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതു ഇടങ്ങളിൽ അതൊന്നും പാടില്ല. അതാണ് ജെൻഡർ മിക്സ്ഡ് ആയിട്ടുള്ള യൂണിസെക്സ് ടോയ്ലറ്റുകൾ അതിലേക്കൊക്കെ വരുന്നത്. അതുകൊണ്ടാണ് ഇത് അതിൻ്റെ ഒരു ടിപ്പ് ഓഫ് ഐസ്ബർഗ് മാത്രമാണ് ഈ പറഞ്ഞ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന പേരിൽ പാൻറ് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് വെറും പാൻറ് ഇടൽ മാത്രമല്ല, പിന്നെ നേരത്തെ പറഞ്ഞു എന്താ പറയുക, ഷാഫി പറമ്പിൽ, അതുപോലെ തന്നെ MSFന്റെ അതൊക്കെ അവരുടെ സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞ് പൊതുവിദ്യാലയത്തിലേക്ക് ഷാഫി പറമ്പിലോ MSFോ അടിച്ചേൽപ്പിച്ചാൽ ഞങ്ങൾ അതിനെ എതിർക്കും. ഇതിന് പ്രശ്നം എന്താ വെച്ചാൽ ആരെങ്കിലും വ്യക്തിപരമായി ചെയ്യുന്നതോ അവരുടെ പാർട്ടി ചെയ്യുന്നതോ പോലെയല്ല. നിങ്ങൾ മുമ്പ് എതിർത്ത കാര്യങ്ങൾ ഇപ്പോൾ നടപ്പാക്കിയതിനെ കുറിച്ചാണല്ലോ കാരശ്ശേരി മാഷ് പറഞ്ഞത്. അതിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങൾ നേരത്തെ ഹറാമെന്ന് പറഞ്ഞതൊക്കെ ഇപ്പോൾ ഹലാലായതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താണ്, എന്തൊക്കെയാണ്? കാരശ്ശേരി മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുമ്പ് വലിയ ചോദ്യമാണ്. ആയിക്കോട്ടെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ആ പാസ്പോർട്ട് ഈ ഫോട്ടോ എന്ന് പറയുന്ന തസ്വീറുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ്. തസ്വീർ എന്നുള്ളതിൽ ഫോട്ടോ ഉൾപ്പെടുമെന്നും അതല്ല വിഗ്രഹങ്ങൾ മാത്രമാണ് ഉൾപ്പെടുക, അല്ലെങ്കിൽ രൂപമുണ്ടാക്കൽ മാത്രമാണ് ഉൾപ്പെടുക എന്നുള്ള ചർച്ചയാണ്, ഇന്റേണലായ ചർച്ചയാണ്. അതിനെ ഈ രൂപത്തിൽ ഒരു മതവിശ്വാസികളുടെ ഒരു വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യം ഇങ്ങനെ കളിയാക്കുന്ന ഒരാൾ ഒരു രാഷ്ട്രീയ നേതാവായിക്കൊണ്ട് എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട്. കാരശ്ശേരി മാഷെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പണ്ട് മുതലേ പറയുന്ന മതവിരുദ്ധമായിട്ടുള്ള പണ്ട് TV ഉണ്ടായിരുന്നു, പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു, ആ കഥ മൊത്തം ഇവിടെ പറയാൻ നിന്നാൽ അതിന് മറുപടി ഉണ്ട്. പക്ഷെ അത് മാത്രമായൊരു ചർച്ച വെക്കുകയാണെങ്കിൽ അത് സംസാരിക്കാം. ഇവിടെ സൂംബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗത്തിനുമേൽ അടിച്ചേൽപ്പിക്കുന്നതാണ് വിഷയം. ആ വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് അടിച്ചേൽപ്പിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞല്ലോ, നിങ്ങൾ ചെയ്യണ്ട. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളുടെ കുട്ടികൾ പഠിക്കണമെങ്കിൽ വേണ്ട, മാറി നിൽക്കട്ടെ. ഈ അരുൺകുമാർ ഒരു മിനിറ്റ് സ്മൃതി, ഈ അരുൺകുമാർ കുറെ നേരമായി മുസ്ലിം വിശ്വാസത്തെയും ഖുർആാനിനെയും ഹദീസിനെയൊക്കെ കളിയാക്കുന്നു. ഇത് ഭൂമി ഉരുണ്ടതാണ് ഇസ്ലാമിക വിശ്വാസപ്രകാരം. അതിനുള്ള തെളിവുകൾ അരുൺകുമാറിന് വേണമെങ്കിൽ താങ്കൾ കുറെ നേരമായി പരിഹസിക്കുന്നു, ഒരുപാട് നേരമായി പരിഹസിക്കുന്നു. നിങ്ങൾ വരട്ടൊന്നും വേണ്ട. നിങ്ങൾ പൊതുസമൂഹത്തിൽ ഒരു വിഭാഗം മതവിശ്വാസത്തെ തിരുത്തിയത് തന്നെയാണ്. ആ തിരുത്തിയ കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിച്ചത്. അതെന്താ ബുദ്ധനെ പെട്ടി എന്ന് പറഞ്ഞതും ഫോട്ടോയും ആ ഹറാം ഹലാലായി മാറിയത് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനെത്ര ബുദ്ധിമുട്ട്? ഒരാളെ കുറ്റപ്പെടുത്താനല്ല, നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചെറുവിഭാഗം പൊതുസമൂഹത്തിൽ സമർപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങൾ പിന്നീട് അത് കള്ളമാണെന്ന്, അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങൾ തന്നെ തിരുത്തിയത്. ഇപ്പോൾ ആ തിരുത്തലിന്റെ ഭാഗമായി നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനായിരുന്നു? മുസ്ലിം വിശ്വാസത്തിൽ കൃത്യമായി പറഞ്ഞല്ലോ, നിങ്ങൾ മുസ്ലിം വിശ്വാസത്തിൽ എത്രയോ കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചല്ലോ. മുസ്ലിം വിശ്വാസത്തിൽ എന്നാണ് ചോദിച്ചത്. മുസ്ലിം വിശ്വാസത്തിൽ ഭൂമി ഉരുണ്ടതോ പറഞ്ഞതോ എന്ന് ചോദിച്ചത്, അല്ലാതെ ഏതെങ്കിലും വിഭാഗത്തിന് എന്നല്ല. അത്തരത്തിലുള്ള പരിഹാസങ്ങളുമായി വരരുത്. ഇത് ഇവിടെയുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിശ്വാസം ഞങ്ങൾ പറഞ്ഞോളൂ. അത് ഡിവൈഎഫ്ഐക്കാരൻ പറയണ്ട, ആ വിശ്വാസം പരിഹാസമൊക്കെ അവിടെ വെച്ചാൽ മതി. അതിൽ ഇരുന്ന് തരുമെന്ന് വിചാരിക്കണ്ട. ആ വിശ്വാസത്തിനെതിരെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളിയിട്ടൊന്നും കാര്യമില്ല. ശരി, അബ്ദുള്ള ബാസിൽ സർക്കാർ ഈ പരിപാടിയിൽ നിന്ന് പിന്നാക്കം പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആടിനെ പട്ടിയാക്കണ്ട, സർക്കാർ ഇതിൽ നിന്ന് പിന്നാക്കം പോകില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് നിങ്ങളുടെ നിലപാട്? ചുരുക്കി. ഇതുപോലുള്ള ആളുകളല്ലേ അത് നയിക്കുന്നത്. അവിടെ ഒരു മിനിറ്റ്, ഇവിടെ മുസ്ലിം വിശ്വാസികൾക്ക് ഭൂമി ഉരുണ്ടതോ പറഞ്ഞതോ ചോദിച്ചിട്ടുള്ളത്. മുസ്ലിം വിശ്വാസത്തെ തന്നെയാണ് മൂപ്പർ നേരത്തെ മുതലേ പരിഹസിക്കുന്നത്. അതിനെ തന്നെയാണ് ഇവിടെ പറഞ്ഞു ഹറാമ് ഹലാലാക്കി. ഞാൻ പറഞ്ഞല്ലോ, തസ്വീർ എന്നുള്ളതാണ് ആ വിഷയം. ആ ഒറ്റ കാര്യം മാത്രം, ഫോട്ടോ വിഷയം മാത്രം പറയാം. തസ്വീർ എന്നുള്ളത് അതിൽ ഫോട്ടോ ഉൾപ്പെടുന്നത് താങ്കൾ ചെയ്തതാണ്. ഇനി ഉരുളണ്ട തസ്വീർ എന്നുള്ളത് ഫോട്ടോ അതിൽ ഉൾപ്പെടുമോ അതല്ല രൂപമുണ്ടാക്കൽ, അതായത് പ്രതിമ ഉണ്ടാക്കൽ മാത്രമാണോ വരിക എന്നുള്ള ഒരു ഇന്റേണൽ ചർച്ചയാണത്. അത് മുസ്ലിങ്ങളുടെ കർമ്മശാസ്ത്ര. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് തസ്വീർ എന്ന് പറഞ്ഞാൽ പടമാണ്. തസ്വീർ എന്ന് വെച്ചാൽ പടം എന്നാണല്ലോ അതിന്റെ അർത്ഥം. തസ്വീർ എന്ന് വെച്ചാൽ ചിത്രം ആണല്ലോ. അപ്പോൾ അത് വിഗ്രഹമല്ല, ചിത്രമാണ് എന്ന ഇന്റേണൽ ചർച്ച. എങ്ങനെയാണ് ഇന്റേണൽ ചർച്ചയിൽ തസ്വീറിലേക്ക് വരാമെന്ന് തീരുമാനിക്കുന്നത്? അതാണ് സൗകര്യം. അത് ചെയ്താലേ കാര്യമുള്ളൂ, എന്നാലേ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റും. അത് സ്മൃതിയോടി
അല്ലല്ല അത് സ്മൃതിയോ ഡിവൈഎഫ്ഐയുടെ ഓഫീസിൽ നിന്നിട്ടോ അല്ല തീരുമാനിക്കുന്നത്. അതിന് ഇസ്ലാമിന് കർമ്മശാസ്ത്രം എന്ന് പറയുന്ന ഒരു മേഖലയുണ്ട്. അവിടെ എന്ത് ചെയ്യും, എന്താണ് തഫ്സീർ എന്നുള്ളത് കൃത്യമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അഡാപ്റ്റബിൾ ആണ് ഇസ്ലാമിന്റെ ആദർശം എന്ന് പറയുന്നത്. ഓരോ കാലഘട്ടത്തിലുള്ള പുതിയ കാര്യങ്ങളടക്കം ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ കാര്യങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച്, അതായത് ഇസ്ലാം ഇസ്ലാം മുഴുവൻ ഇസ്ലാം മതവിശ്വാസികൾ നിങ്ങളുടെ രൂപത്തിൽ ചിന്തിക്കുന്നു എന്നല്ല, നിങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഈ തരത്തിലുള്ള ചിന്തകൾ വെച്ചു പുലർത്തുന്ന നിങ്ങളെ സംബന്ധിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ഒരു പുരോഗമന ആശയം താങ്കളിൽ നിന്ന് ഇതുവരെ ഒരു വാചകം വന്നില്ലല്ലോ. ഒരു വാചകം വന്നോ? ഇവിടെ വിഷയം സ്ത്രീകൾ മാത്രം സൂമ്പ കളിക്കുന്ന വിഷയമാണോ? ഇവിടെ മൊത്തത്തിലുള്ള ഒരു വിഷയം പറയുമ്പോൾ സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലർന്നാലുള്ള അപകടത്തെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതല്ലേ അപകടം? ആണും പെണ്ണും സംസാരിച്ച ഒരൊറ്റ കാര്യമേ നടക്കുകയുള്ളൂ. നിങ്ങളെ സംബന്ധിച്ച് ഒരൊറ്റ കാര്യമേ നടക്കുകയുള്ളൂ. പിന്നാക്കാവസ്ഥ ദയവായി മാറ്റിവെക്കൂ അബ്ദുള്ള അബ്ബാസി. കാലം മാറിയല്ലോ. കാലത്തിനനുസരിച്ച് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ മാത്രം മാറ്റിയിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും നിങ്ങളുടെ പെൺകുട്ടികൾ ഏതായാലും ഇത് അംഗീകരിക്കും തോന്നുന്നില്ല. അവർ സൂംബ കളിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റും ഇൻസ്റ്റാ പോസ്റ്റുകളൊക്കെ ആയിട്ട് അവർ മുന്നേറുകയാണ്. നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ. വളരെ നന്ദി അഡ്വക്കേറ്റ് കെ.എസ്. അരുൺകുമാർ, VP സുഹ്റ, ഡോക്ടർ MN കാരശ്ശേരി, ഡോക്ടർ അബ്ദുള്ള അബ്ബാസിൽ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.